ഗംഭീരം മഹാവിഷ്ണും ചൊല്ലിണ്ടം സർവ്വതവും നരസിംഹം വിഷ്ണു ഭദ്രമത്വം ജയ നരസിംഹ ശ്രീ നരസിംഹ ജയ ശ്രീ നരസിംഹ ജയ പ്രഹ്ലാദേശ ജയ പത്മകാമവർഗ നരസിംഹ ഭഗവാൻ की जय प्रहलाद नरेश की जय गुरुदेव की जय श्री अप्रभात की जय भगवान की जय ഹരേ കൃഷ്ണ സർവശ്രീ രാധാകൃഷ്ണ നമസ്തു എല്ലാവർക്കും സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ സുജന മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാഭുവ മാതാജി, ഹരേ കൃഷ്ണ ശ്രീധര മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ ഉപ്മാവതി രോഹിണി ദേവദാസ് മാതാജി, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. എല്ലാവർക്കും ജഗന്നാഥ രഥയാത്ര ആശംസകൾ, ആവുന്നതാണ് രാമാശംസ ആശംസകൾ. എല്ലാവർക്കും ഭഗവാന്റെയും അതുപോലെ തന്നെ സാധാരണയുടെയും ജഗന്നാഥന്റെയും ശ്രീരാമന്റെ എല്ലാവരുടെയും ദിവാകടാശ്രമങ്ങളായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ കേൾക്കാമോ? കേൾക്കുന്നില്ല ബ്രോ, ശരിക്ക് കേൾക്കുന്നില്ല. ഇല്ലല്ലേ? ശബ്ദമില്ല. പക്ഷെ പറ്റത്തില്ലല്ലോ ബ്രോവിന്. നിങ്ങളെല്ലാവരും മാക്സിമം സൗണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഉയർത്തി വെക്കുക. ഒരുപാട് മാക്സിമം ശരി. ഒരുപാട് ശബ്ദം എടുക്കാം. ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത പരിസരത്തുള്ള ശബ്ദമൊക്കെ കുറയ്ക്കാൻ പറ്റുമോ നോക്കുക. വീട്ടിലുള്ളവരോടൊക്കെ ശബ്ദം കുറച്ച് സംസാരിക്കാൻ പറയാം. അതൊക്കെ മാർഗമുള്ളൂ. കാര്യം എന്റെ ശബ്ദം പോയി. ഇത്രയൊക്കെ ജഗന്നാഥന്റെ കൃപ കൊണ്ടാണ് ശബ്ദം തിരിച്ചു കിട്ടിയത്. ഇനിയാണെന്നാണെങ്കിൽ ഒരു ശകലം പോലും ശബ്ദമില്ലായിരുന്നു. ഇതിലേക്ക് കുറച്ച് വരാൻ തുടങ്ങി. അപ്പം ജഗന്നാഥന്റെ കൃപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമുക്കറിയാം, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടൊന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം ആയിരുന്നു എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ രഥയാത്രയാണ് എടുക്കുന്നത്. അപ്പം ഈ രഥയാത്രയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മൾ രഥയാത്രയെ പറ്റി പറയാറുണ്ട്. അപ്പൊ നമുക്കത് എവിടുന്ന് തുടങ്ങണം എന്ന് നമുക്ക് ആലോചിക്കാം. ഈ നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ, ജഗന്നാഥ് പുരി, ഒറീസയിലെ പുരി എന്ന് പറയുന്ന സ്ഥലത്ത് അത് ജഗന്നാഥപുരി എന്ന് ആണ് അറിയപ്പെടുന്നത്. കാര്യം ഭഗവാൻ ജഗന്നാഥൻ, ജഗത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ പ്രപഞ്ചത്തിന്റെയും നാഥൻ ആയിട്ടുള്ള ഭഗവാൻ ഈ വിഗ്രഹ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നു ജഗന്നാഥപുരിയിൽ. എത്ര പേർക്ക് പോയി കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതിൽ എന്തായാലും എനിക്ക് വളരെയധികം ഭാഗ്യം. എനിക്ക് 2 പ്രാവശ്യം അവിടെ പോകാനായിട്ട് ഭാഗ്യം കിട്ടിയത് കൊണ്ട് ഞാനും 2 പ്രാവശ്യം പോയി ബ്രോ. ഞാനും 2 പ്രാവശ്യം പോയി. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ എന്താണ്, എനിക്ക് അവിടെ പോകാനായിട്ട് സാധിച്ചു. അപ്പൊ ഭഗവാൻ രഥയാത്രയ്ക്കല്ല, അല്ലാതെ തൊഴാന്. രഥയാത്രയ്ക്ക് പോയില്ല, അല്ലാതെ തൊഴാൻ പോയി. അതാണ് ചോദിച്ചത്. രഥയാത്രയ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്കാലത്തെയും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും. ആ ഒരു തിക്കും തിരക്കും. ഇപ്പം ഇന്നലെ ഇന്നുമായിട്ടൊക്കെ എത്ര പേര് കണ്ടു ലൈവ് രഥയാത്ര യൂട്യൂബിൽ? നിങ്ങൾ കുറച്ച് ഭയങ്കര തിരക്കാ. ആരാണ്ടൊക്കെ മരിച്ചെന്നൊക്കെ പറയുന്നു. ഒരാൾ മരിച്ചെന്നോ 2 പേരെന്നൊക്കെ പറയുന്നു. തിരക്ക് അത്രയും തിരക്കല്ലേ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, എനിക്കൊരു രഥയാത്രയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, 2 ദിവസമായിട്ട് ഒരു ട്രാവലിംഗിലായിരുന്നു. അപ്പൊ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് മലേഷ്യയിൽ പോയി പെട്ടപ്പോ ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അന്ന് അവിടെ രഥയാത്രയായിരുന്നു ഇന്നലെ. അപ്പൊ ഇന്നലെ പോയി നമുക്കത് വലിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായി. നമ്മൾ ഇന്നലെ അതിൽ പങ്കെടുത്തു. ഹരേ കൃഷ്ണ. ഏറ്റുമാനൂര് രഥയാത്രയ്ക്ക് വന്നിട്ടുണ്ട്. അതേ ഇതുവരെ പോയിട്ടില്ല, ആകെ ഏറ്റുമാനൂര്. ഇപ്രാവശ്യം അത് ഉണ്ടാകാനായിട്ട് സാധിച്ചില്ല.
കാര്യം ജഗന്നാഥന്റെ ഏറ്റുമാനൂരേം പോയി. അല്ല, പ്രഭുവിന്റെ വീട്ടിലേം വന്നു. പിന്നെ രണ്ടാമത് ഓപ്പണിംഗിലായിരുന്നു, അന്നേരം ഉണ്ടായിരുന്നല്ലോ രഥം വലിച്ചില്ലേ നിങ്ങള്? ഏറ്റുമാനൂർ 3 പ്രാവശ്യം വലിയ രഥയാത്ര ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടെണ്ണത്തെ നമ്മളുണ്ടായിരുന്നു. ഉം. ഇവിടെ മധു പ്രഭു ഒരു യാത്ര, ആ യാത്രയിലും ഉണ്ടായിരുന്നു. പിന്നെ പ്രഭുവിന്റെ അവിടെ നമ്മൾ ആ വൈകുണ്ഠത്ത് വെച്ച് അവിടെ വെച്ചിട്ട് അതും ഉണ്ടായിരുന്നു. ഹരി കൃഷ്ണ. ആ, അതെ. വൈകുണ്ഠമാണോ ഇന്ദ്രപ്രസ്ഥമാണോ? അത് ഇന്ദിര അവിടെ നമ്മളെ വൃന്ദാവനം ലോഡ്ജില് വൃന്ദാവനം. ആ വെച്ചാ 2 പ്രാവശ്യം അവിടെ വിളിച്ചു ഞങ്ങള്. 2 പ്രാവശ്യം നമ്മൾ വിളിച്ചു. അപ്പൊ അങ്ങനെ ഞാനിവിടെ ഇപ്രാവശ്യം രഥയാത്ര രണ്ടെണ്ണം കൂടി ഇവിടെ. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. ഇന്നലെ രഥയാത്ര കൂടിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഇവിടുത്തെ സമയം 7 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് രഥയാത്ര ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ബംഗാളികളുടെ ഡാമിലായിരുന്നു. അവിടെ പോയി രഥയാത്ര കൂടി. പിന്നെ ഒരു മാസം മുൻപ് വേറൊരു രഥയാത്ര ഉണ്ടായിരുന്നു റിസോർട്ടില്. അപ്പൊ അതിന് കൂടാൻ എനിക്ക് സാധിച്ചു. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഈ ജഗന്നാഥപുരി ഇപ്പം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ വയ്യാത്ത ചിലപ്പോൾ പക്ഷെ ശൈലജ മാതാജിക്കും സുഗതൻ പ്രഭുവിനൊക്കെ ഉള്ളതായിരിക്കും എന്താണ് ഈ രഥയാത്ര. കേരളത്തിലുള്ളവർക്ക് പലർക്കും അറിയത്തില്ല. അപ്പൊ അങ്ങനെ നോക്കാം. അപ്പം രഥയാത്രയുടെ ഉദ്ഭവം തൊട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ജഗന്നാഥപുരി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. നമ്മള് കലിയുഗത്തിൽ നമ്മൾ ഭഗവാൻ നേരിട്ട് നമുക്ക് പ്രത്യക്ഷീഭവിച്ചിട്ടും പല രീതിയിൽ നമുക്ക് ഭഗവാൻ അനുഭവിക്കുന്നു. തീർത്ഥ രൂപത്തില് ഏതൊക്കെയായിട്ടാണ്? ഗംഗയായിട്ടും യമുനയായിട്ടും. പിന്നെ സ്ഥലത്തിന്റെ രൂപത്തില് ഏതായിട്ടാണ്? വൃന്ദാവനമാണോ പ്രഭു? വൃന്ദാവനം. അതുപോലെ തന്നെ മധുര. വൃന്ദാവനമായിട്ടും വൃന്ദാവനം എന്നാണ് പറയുന്നത്. സ്ഥലത്തിന്റെ രൂപത്തിൽ വൃന്ദാവനം. ദ്വാരകയുണ്ടോ? പർവ്വതമായിട്ട് ഗോവർദ്ധനമായിട്ടും പിന്നെ എന്താണ് അതുപോലെ തന്നെ പ്രസാദ രൂപത്തില് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അതല്ല, പിന്നെ എന്താണ് ഭഗവാൻ ഭക്ഷണ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. പ്രസാദമായിട്ടും ഭഗവാൻ പുസ്തകത്തിന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത് ശ്രീമദ് ഭാഗവതവും ഭഗവാൻ വാണിയുടെ രൂപത്തിൽ അവതരിച്ചിരുന്ന ഭഗവത്ഗീതയും ആയിട്ടാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഭഗവാൻ പ്രസാദ രൂപത്തിൽ ഗോപീചന്ദനമായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നതാണ് ജഗന്നാഥപുരിയിൽ. വിഗ്രഹ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നതാണ് ജഗന്നാഥപുരി. അപ്പോൾ നമ്മള് ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളെ പറ്റി നമ്മൾ കണ്ടു. അതുപോലെ നാമരൂപത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്ന ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് നാമരൂപത്തിലുള്ള ഭഗവാന്റെ അവതാരം. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള അവതാരങ്ങളുണ്ട്. അപ്പൊ ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ കലിയുഗത്തിൽ നമുക്ക് വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുന്നു ജഗന്നാഥനായിട്ട്. അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയുണ്ട്? കൃഷ്ണന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹോദരനായ ബലദേവനും സഹോദരിയായ സുഭദ്രയുമുണ്ട്. ബലരാമൻ അദ്ദേഹത്തിന്റെ സഹോദരനും അതുപോലെ തന്നെ ആദിശേഷനാണ്, അനന്തനാണ്, അതുപോലെ തന്നെ സംഘർഷണനാണ്, ആദി ഗുരുവാണ്. അതൊക്കെയാണ് ബലരാം. അതുപോലെ തന്നെ സുഭദ്രമായി യോഗമായാണ് സഹോദരിയായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നു. യോഗമായക്ക് ഒരുപാട് അവതാരങ്ങളുണ്ട്. രാധാറാണിയാണ് യോഗമായയുടെ ഉദ്ഭവ, രാധാറാണിയിൽ നിന്നാണ്. അപ്പം ഹരേ കൃഷ്ണ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, മ്യൂട്ട് ചെയ്തിട്ടിരിക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം ഉണ്ടാക്കുന്നവർ ദയവേതാന്ന് മ്യൂട്ട് ചെയ്ത് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെയൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇത് മനസ്സിലാകില്ല. അപ്പൊ നിങ്ങൾക്ക് ജഗന്നാഥപുരിയിൽ ഭഗവാന്റെ ഫസ്റ്റ് ടൈംസ് കേൾക്കുവാണെന്നുണ്ടെങ്കിൽ രഥയാത്ര കൂട്ടിയതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചെല്ലാവരും ഇരിക്കുക. പരമാവധി എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുക, അല്ലെങ്കിൽ കുറെ എനിക്ക് ഒന്നാമത് സ്ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആരെയും കാണുന്നതോടെ ഇല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നതോടെ ഇല്ല എങ്കിൽ ഞാനിത് ഇത്രയും ബുദ്ധിമുട്ടി പറയുന്നതിൽ ഒരു പ്രയോജനമില്ലാതായിപ്പോ. അതുകൊണ്ട് പരമാവധി എല്ലാവരും കേട്ടിരിക്കുക, വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ചുറ്റോടുള്ള
ഈ ശബ്ദങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ ജഗന്നാഥന്റെ ആ ഒരു പാസ്റ്റ് ടൈംസ് ഒക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ജഗന്നാഥൻ എങ്ങനെ ഇവിടെ അവതരിച്ചു എന്നൊക്കെയാണ് നോക്കാണ്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എങ്ങനെ ഈ വിഗ്രഹത്തിന് ഈ രൂപം വന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപം കാണുമ്പോഴത്തേക്കും നമ്മൾ മലയാളികളൊക്കെ വിചാരിക്കും ഇതെന്താണ് ഈ രണ്ട് ഉണ്ടക്കണ്ണ്, അതുപോലെ തന്നെ വായ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ചെവി ഇല്ല, കൈയല്ല ഉൾവലിഞ്ഞു, അതുപോലെ തന്നെ കാലുൾവലിഞ്ഞു, ഇതെന്താണ് ഈ രൂപം എന്ന് വിചാരിക്കാറുണ്ടാവും അല്ലെ. അപ്പൊ അതിനെപ്പറ്റി കുറെ കഥകൾ പല പുരാണങ്ങളിലൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് കേട്ടിരിക്കുന്ന നമ്മളിരിക്കുന്ന ആ ഒരു കഥ ഞാൻ പറയാം. ഇത് ദ്വാപരയുഗത്തിലാണ് നടന്നത്. ഭഗവാന്റെ ഈ രൂപം എവിടെ നിന്ന് വന്നു എന്നുള്ളത് ദ്വാപര യുഗത്തിലാണ് ഇത് നടന്നത്. ദ്വാരകയിൽ ഭഗവാന്റെ 16,108 ഭാര്യമാര്, അവർക്ക് അത്രയും മന്ദിരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭഗവാൻ എപ്പോഴും ഭഗവാൻ എന്താണ് വൃന്ദാവനത്തിന്റെ ആ ഒരു ദിക്കിലേക്ക്, വൃന്ദാവനം ഇരിക്കുന്ന ദിക്ക് ദ്വാരകയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭഗവാൻ എന്തായിരിക്കും എന്നാൽ ഭഗവാന്റെ ഹൃദയം ഇടിപ്പ് കൂടും. അതുപോലെ ഭഗവാന്റെ കണ്ണിൽ കൂടെ ഭഗവാൻ അറിയാതെ തന്നെ കണ്ണീര് വരും. അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെയാണ് ഭഗവാൻ എപ്പോഴും. അപ്പൊ ഭഗവാന്റെ ഈ ഹൃദയത്തിൽ ഒരു നെരിപ്പോട് അവിടെ, അതായത് ഹൃദയത്തിൽ വൃന്ദാവനം ഇരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ ഒരിക്കലും വൃന്ദാവനത്തെ വിട്ടു പോന്നിട്ടില്ല. കാര്യം ആ വൃന്ദാവനം മുഴുവൻ ഭഗവാന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിരഹ വേദനയാലാണ് ഭഗവാൻ ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഇവരെല്ലാരും വിചാരിച്ചിട്ട് എന്താണ് ഈ വൃന്ദാവനത്തിന് ഇത്ര മഹിമ, എന്താണ് ഈ ഗോപികമാര് വിട്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇത്രയും ഇതെല്ലാം നെഞ്ചു വെച്ചുകൊണ്ട് നടക്കുന്നത്. കാര്യം നമ്മളോടൊക്കെ സംസാരിക്കുന്നു, ചിരിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് ഭഗവാൻ ഒരു സന്തോഷമില്ലല്ലോ, ആനന്ദമില്ലല്ലോ എന്നൊക്കെ ഈ പട്ടറാണിമാരെല്ലാരും വിചാരിക്കുന്നു. അവര് തമ്മിൽ പറയുന്നുണ്ട് അല്ല, എന്താണ് ഈ വൃന്ദാവനം, ആരാണ് ഈ രാധ, എന്താണ് ഈ രാധയ്ക്ക് ഇത്ര ഇത് എന്നൊക്കെ അവരെല്ലാരും പറയുന്നു. പക്ഷെ ഈ രാധയെ പറ്റി അറിയാവുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ദേവകി മാതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദേവകി മാതാവിന് അറിയാവോ? ഇല്ല. കാര്യം എന്താണ്? 12 വയസ്സ് മുതലാണ് ദേവകി മാതാവിന്റെ അടുക്കിലേക്ക് ഭഗവാൻ എത്തിയത്. എന്നാൽ യശോദമായ ഉണ്ടോ അവിടെ? ഇല്ല. യശോദമ്മയോട് ചോദിച്ചറിയാൻ യശോദമ്മ ഇല്ല ദ്വാരകയില്. അപ്പൊ പിന്നെ ചോദിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഭഗവാന്റെ എല്ലാ ലീലകളും കണ്ട ഒരു വ്യക്തി ആരാണ്? ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ആരാണ്? രോഹിണി മാതാവ്, ബലരാമന്റെ അമ്മയായിട്ടുള്ള രോഹിണി മാതാവ്. അതായത് ഗോകുലത്തിലെ ലീലകള്, അതുപോലെ തന്നെ നന്ദഗാവിലെ ലീലകള്, വൃന്ദാവനത്തിലെ ലീലകള്, മധുര ലീലകള്, ദ്വാരക ലീലകള്, ഈ ലീലകളെല്ലാം ഒരേ സമയം കണ്ട ഒരു വ്യക്തിയാണ്. അതായത് നമ്മളുടെയൊക്കെ ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണല്ലോ നമുക്ക് ഗുരുവായിട്ട് വരുന്നത് അല്ലേ. ഇല്ല, അവര് നേരത്തെ കണ്ട കാര്യം നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണല്ലോ ഗുരു എന്ന് പറയുന്നത് അല്ലേ. ഈ പരമസത്യത്തെ നേരത്തെ കൂട്ടി കണ്ടിട്ട് നമുക്കത് ആക്കി വെളിച്ചമാക്കി വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന വ്യക്തിയാണല്ലോ ഗുരു എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ആ ഗുരുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് രോഹിണി മാതാവാണ്, ബലരാമന്റെയും സുഭദ്രയുടെയൊക്കെ അമ്മ. വസുദേവരുടെ 16 പത്നിമാരിൽ ഒരാളാണ് ഈ പറയുന്ന രോഹിണി മാതാവ്. അപ്പൊ അങ്ങനെ ഇവരെല്ലാവരും രോഹിണി മാതാവിനെ സമീപിക്കുന്നു. രോഹിണി മാതാവിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ രോഹിണി മാതാവ് പറയുന്നു, ഈ പറയുന്ന അത് പല വിഭാഗങ്ങളുണ്ട് ആ കഥയ്ക്ക്. ചില കഥയിൽ പറയുന്നു, എന്താണ് പറയുന്നത്, ഈ ഭഗവാന്റെ റാണിമാരാണ് ഈ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ അതിൻ്റെ അകത്ത് ഒരു കഥ പറയാം. അപ്പൊ ഈ രോഹിണി മാതാവ് പറയുന്നു, ഈ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണനോ ബലരാമനോ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വ്രജയെ പറ്റിയുള്ള ഓർമ്മ വരും. അതുകൊണ്ട് അവര് ആ വ്രജയിലേക്ക് തിരിച്ചു പോകും, പിന്നെ നമുക്ക് അവരെ കിട്ടില്ല എന്ന് പറയുന്നു. അപ്പം പറയുന്നു കൃഷ്ണനും ബലരാമനും വരാതെ നോക്കിയാൽ പോരെ. അപ്പൊ നമുക്ക് ഇവിടെ വലിയൊരു മുറ്റമുണ്ട്. അപ്പൊ ചുറ്റോടി ചുറ്റുള്ള വാതിലെല്ലാം അടച്ചിട്ടിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, സുഭദ്ര അവിടെ കാവൽ നിർത്താം. സുഭദ്ര അവർ വരുന്നുണ്ട്, നമ്മളെ ഈ വിവരം അറിയിക്കും. അങ്ങനെ സുഭദ്ര ഇവരെല്ലാരും കൂടെ സോപ്പിട്ടു വശത്താക്കി. അങ്ങനെ സുഭദ്രയോട് പറഞ്ഞു, കൃഷ്ണ ബലരാമന്മാർ വരുവാണ്, അറിയിക്കണം. അപ്പൊ നമുക്ക് ഈ കഥ ഇവിടെ നിർത്താം എന്ന് പറഞ്ഞ് കൃഷ്ണനും ബലരാമനും പുറത്തു പോയ സമയം നോക്കി ഇവർ ഈ കഥ പറയാനായിട്ട് തുടങ്ങുന്നു.
അങ്ങനെ ഈ സുഭദ്രാദേവിയെ ആ, പുറത്തിറക്കി കഥ അടച്ചിട്ട് ആ കഥകിന് കാവല് നിർത്തുന്നു. വാതിൽ മെയിൻ ഗേറ്റിന് കാവല് നിർത്തിക്കുന്നു. അപ്പം സുഭദ്രാദേവി എന്ത് ചെയ്യുന്നു? ഇവിടെ അകത്ത് എന്താ പറയുന്നതെന്ന് കേൾക്കണല്ലോ. സുഭദ്രാദേവിയുടെ അമ്മയാണ് പറയുന്നത് എങ്കിലും അകത്ത് എന്താണ് പറയുന്നത്? ഈ ആർക്കാ 16,000 ആർക്കാ പ്രഭു ആർക്കാ പറഞ്ഞു കൊടുത്തേ? ഈ ഭഗവാന്റെ രഹസ്യ 16,108 പത്നിമാർക്ക്. പത്നിമാർക്കോ? ശരി ശരി ശരി. അപ്പൊ അങ്ങനെ ഈ രോഹിണി മാതാവ് കഥ പറഞ്ഞു തുടങ്ങുന്നു. 16,108 പത്നിമാരും എന്താണ് ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണല്ലേ. അപ്പൊ എവിടെ തൊട്ടാ പറയുന്നത്? ഭഗവാന്റെ ബാലലീലകൾ തൊട്ട് പറയണല്ലേ. ഭഗവാൻ ഇങ്ങനെ മുട്ടയെ നീന്തുന്നതും ഇടയ്ക്ക് വീഴുന്നതും അങ്ങനെ തൈര് കലം ചെന്ന് പിടിക്കുന്നതും അത് മറിച്ചിടുന്നതും എന്നിട്ട് ആ തൈരില് വെണ്ണ എല്ലാം കൂടെ എടുത്ത് ദേഹത്ത് പുരട്ടുന്നതും ഇങ്ങനെ എടുത്ത് വടിക്കുന്നതും ഇതെല്ലാം കേട്ടിട്ട് ഇവരിങ്ങനെ ഒരു ഒരു സൂചി നിലത്ത് വീണ അതിന്റെ ഒച്ച കേൾക്കും. അത്രയ്ക്ക് ഇവരിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് എണീറ്റ് നിൽക്കാൻ നമ്മൾ പശുവിന്റെ കൊമ്പെ പിടിച്ച് പശു ഇങ്ങനെ കൊമ്പ് പൊക്കുമ്പോ എന്താണ് ഭഗവാൻ എണീറ്റ് നിൽക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ഗയ്യ എന്നാ പറയുന്നത്. മയ്യ ഗയ്യ. ഇപ്പൊ ഗയ്യ എന്നാണ് ഭഗവാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഗയ്യ എന്ന് പറഞ്ഞ പശു അല്ലെ. ഗയ്യ മയ്യ എന്ന് പറഞ്ഞ അമ്മ, വ്രജഭാഷയിൽ പറയുന്നതാണ്. അപ്പൊ ഗയ്യ മയ്യ, ഗയ്യ മയ്യ ഈ രണ്ട് വാക്കുകളാണ് ഭഗവാൻ. അപ്പൊ പശുവാണ് ഭഗവാനെ നടത്താനായിട്ട് പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ ഗോവിന്ദൻ എന്നറിയപ്പെടുന്നത് അല്ലെ. അത് കഴിഞ്ഞിട്ട് നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പശുവിന്റെ എന്ത് ചെയ്യുന്നു? മുട്ടയെ നീന്തി ഇറങ്ങി പശുക്കുട്ടി ചെന്ന് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ പശുക്കുട്ടി ഓടി വരുന്നു. പശുക്കുട്ടി ഓടി വരുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? പശുക്കുട്ടിയെ തള്ളി മാറ്റി അങ്ങനെ വിടുന്നു. എന്നിട്ട് ഭഗവാന്റെ ദേഹാസകലം തള്ളപ്പശു നക്കി തുടയ്ക്കുന്നതും. അപ്പൊ ഈ പശുക്കളൊക്കെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വൃന്ദാവനത്തിൽ അവതാരം എടുക്കാനായിട്ട് കാത്തിരുന്ന ജന്മജന്മാന്തരങ്ങളായിട്ട് കാത്തിരുന്ന യോഗീശ്വരന്മാരും അവരൊക്കെയാണ് ഈ പശുക്കളായിട്ട് അവിടെ വന്നിരിക്കുന്നത്. സാധാരണ പശുക്കളല്ല വ്രജയിലുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെ ഈ ബാലലീലകൾ ഓരോരോ അസുരന്മാര് വരുന്ന ഭഗവാൻ അവരെ വധിക്കുന്നതും അതുപോലെ തന്നെ ബ്രഹ്മവിമോഹന ലീല, അതുപോലെ തന്നെ കാളിയമർദ്ദനം, അതുപോലെ തന്നെ ഗോവർദ്ധനോദ്ധാരണ ലീല, ഗോപിക വസ്ത്രാപകരണ ലീല, മക്കൻ ചോർ ലീല, ദാമോദര ലീല, അതുപോലെ തന്നെ അടുത്ത ലീല എന്താണ്? എന്താണ് അങ്ങനെ ഈ അസുരന്മാരെയൊക്കെ ഓരോരുത്തരും പൂതന മോക്ഷം ഇങ്ങനെ ഇങ്ങനെ ഓരോ ലീലകള് ഒന്നൊന്നായിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആ ഒരു രസത്തിൽ ഈ എല്ലാ അവിടെ ഇരിക്കുന്ന റാണിമാര് ഭഗവാന്റെ 16,108 ഭാര്യമാരും അവിടെ ഇരുന്ന് ഇത് കേൾക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം കേട്ടിട്ട് അവരെല്ലാം പരിസരം മറന്നിങ്ങനെ ഇരിക്കുകയാണ്. കാര്യം ഇതെല്ലാം കേട്ടിട്ട് അവർക്കൊരു അക്ഷരം സംസാരിക്കാൻ പ്രഭു പറ്റുന്നില്ല. മാതാജി പ്രഭു മാതാജി ദയവേത് പ്രഭു ഇങ്ങനെ ഇടയ്ക്ക് പറയാതെ. എനിക്ക് ഭയങ്കര സ്ട്രെയിനാ. ഞാൻ പറയുന്നത് തെറ്റിപ്പോ മാതാജി. ഞാൻ നിർത്തി കഴിയുമ്പോൾ പറയാം. ഇടയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ആ പറയുന്ന കഥയുടെ ഓർഡർ തെറ്റിപ്പോകും. എന്തായാലും ശരി മാതാജി ശരി. ചോദിച്ചു. എന്തായാലും നിന്നുപോയി. പറയൂ. അല്ല അത് പിന്നെ അല്ല ഈ ലീലകള് രണ്ടെണ്ണം ഞാൻ എഴുതിയുള്ളത്. ഞാൻ പറയാം, കാളിയമർദ്ദനം, പൂതനാമോക്ഷം. പിന്നെ പിന്നെ ഒന്നുകൂടെ ഒന്ന് പറയാമെങ്കിൽ പറയില്ലേ, പിന്നെ പറഞ്ഞാൽ മതി. ആദ്യ ബാലലീലകളാണ് പിന്നെ വരുന്നത്. പറഞ്ഞാൽ മതി. ബാലലീല എന്നിട്ട് ആ, ബാലലീല മക്കൻ മക്കൻചോർ ലീല. മക്കൻചോർ ലീല. മക്കൻചോർ എന്ന് പറഞ്ഞാൽ വെണ്ണ മോഷ്ടിക്കുന്ന ലീല. പിന്നെ ഉള്ളത് ദാമോദര ലീല, അല്ലെങ്കിൽ ഉലൂഖ ബന്ധന ലീല എന്ന് പറയും. ഉലൂഖ ബന്ധന ലീല. പിന്നെ അടുത്തത് അതറിയാം. പിന്നെ അടുത്തത് ഗോപി വസ്ത്രാപകരണ ലീല. പിന്നെ പൂതനാമോക്ഷം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ലീല ബ്രഹ്മവിമോഹന ലീല, കാളിയമർദ്ദന ലീല, പിന്നെ ഗോവർദ്ധനോദ്ധാരണ ലീല, പിന്നെ രാസലീല. പിന്നെയുള്ള ഈ അസുരന്മാരെ വധിക്കുന്ന ലീലകളാണ്. കംസവധമുണ്ട്. അങ്ങനത്തെ പല തൃണാവർത്തം, ധേനുകാസുരൻ, ബകാസുരൻ, ഖഗാസുരൻ, അങ്ങനെ അങ്ങനെ ആ അസുരന്മാരെ വധിക്കുന്ന ലീലകളൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട്. അപ്പൊ ഏറ്റവും അവസാനത്തെ ലീലയാണ് രാസലീല. രാസലീല കഴിഞ്ഞിട്ടാണ് അവിടുന്ന് പോരുന്നത്. വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ പോരുന്നത്. ഓക്കെ.
അപ്പൊ ഇങ്ങനെ ഞാൻ എവിടെയാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. എവിടെയാണ് എവിടെയായിരുന്നു? അല്ല, ഇത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവരെ വെളിയിൽ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും ഈ ലീലകളൊക്കെ കേട്ട്, ഭഗവാന്റെ ലീലകളൊക്കെ കേട്ട് ഈ റാണിമാരെല്ലാരും എന്താണ് അത്രയ്ക്ക് അങ്ങ് പരിസരം മറന്നിരിക്കുക. അവർ ബലരാമന്മാര് വരുവോ പോകുവോ ഇതൊന്നും അവര് ചിന്തയിലില്ല. അവരിതെല്ലാം കേട്ടിങ്ങനെ സ്തബ്ധരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഗോപികമാരുടെ രാസലീല വർണ്ണന ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തിന് മുൻപേ അവിടെ ഒരു കാര്യം സംഭവിച്ചു. ഗേറ്റിനടുത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇത് കേട്ടുകൊണ്ടിരുന്ന ആ സുഭദ്ര മാതാവ് എന്ത് സംഭവിച്ച? സുഭദ്ര മാതാവ് ഒരു ചെവി കൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന, ഈ ഡോറിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോ എന്ത് ചെയ്തു? സുഭദ്ര മാതാവിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഉൾവലിഞ്ഞു. എല്ലാ ഇന്ദ്രിയങ്ങളും ഉള്ളിൽ വരിഞ്ഞപ്പോ നോക്കിയപ്പോ കൃഷ്ണബലരാമന്മാര് ഇങ്ങോട്ടേക്ക് ഓടി വരേണ്ടത് സുഭദ്ര ഇങ്ങനെ പരിസരം മറന്ന് ഇന്ദ്രിയങ്ങളെ എല്ലാം ഉൾവലിഞ്ഞിട്ടുള്ള ആ ഒരു രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അകത്ത് നടക്കുന്നത് അറിയാൻ അവര് സുഭദ്രയുടെ ഇടവും വലവുമായിട്ട് വന്നിട്ട് അവരും ഈ വാതിലിനിടയിൽ കൂടെ അകത്ത് എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ കേട്ടിരുന്നപ്പോൾ നോക്കുമ്പോൾ ഈ രാസലീലയുടെ ഒക്കെ വർണ്ണന ഇങ്ങനെ അകത്തിങ്ങനെ തകൃതിയായിട്ട് ഇത് കേട്ട് 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 എന്താണ് കൃഷ്ണബലരാമന്മാരുടെ ഇന്ദ്രിയങ്ങൾ, അതായത് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട്, എങ്ങനെയായിരിക്കണം ഒരു സ്ഥിതപ്രജ്ഞൻ ആമ തന്റെ ഇന്ദ്രിയങ്ങളെ, അതിന്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ആയിരിക്കണം ഒരു സ്ഥിതപ്രജ്ഞൻ അതിന്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കും. ഇന്ദ്രിയങ്ങളെ എല്ലാം ഉൾവലിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളോടൊപ്പം ആ അവയവങ്ങളോടെ കൂടി ഉൾവലിഞ്ഞു. കണ്ണ് എങ്ങനെയായി പോയി? കണ്ണ് വലിഞ്ഞ് 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 എന്താണ് കണ്ണിങ്ങനെ തുറിച്ചു നോക്കുമല്ലേ? അപ്പൊ തുറിച്ചു നോക്കി 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 അതെന്താണ് ചക്കാനയനമായി മാറി. ജഗന്നാഥ് ചക്കാനയനം പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? നീലാചലവാസി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹിന്ദി സോങ് ഉണ്ട്, ഭയങ്കര ഹിറ്റായത്. അപ്പൊ അങ്ങനെ ജഗന്നാഥന്റെ കണ്ണിങ്ങനെ തുറിച്ച് നോക്കി ഭയങ്കര വലിയ കണ്ണായി മാറി. ചെവി എന്ത് ചെയ്തു? അത് കേട്ട് 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 ചെവി എന്ത് ചെയ്തു? തലച്ചോറിലേക്ക് കയറിപ്പോയി. അതുപോലെ തന്നെ വായ എന്ത് ചെയ്തു? വാ പൊളിക്കല്ലേ നമ്മൾ അതിശയമുള്ള കാര്യം കേട്ട് കഴിയുമ്പോൾ. വാ പൊളിച്ച് എന്ത് ചെയ്തു? വാ ഇത്രയും നീളത്തിലായി മാറി. എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന കണ്ടില്ലേ? അതുപോലെ ഇത്രയും നീളത്തിലായി. മൂക്ക് എന്ത് ചെയ്തു? മൂക്ക് ഇല്ലാതെയായി പോയി. അത് ശ്വാസം നിലച്ചു പോയി കഴിയുമ്പോൾ എന്താണ്? മൂക്കെന്നുള്ള അവയവങ്ങളുടെ കൂടി ശ്വസിക്കാനായിട്ടുള്ള ഇന്ദ്രിയമായിട്ടുള്ള മൂക്ക് ഉള്ളിലേക്ക് വലിഞ്ഞു. അതെന്ത്? കൈ രണ്ടും എന്ത് ചെയ്തു? കർമ്മേന്ദ്രിയങ്ങളും കൈകാലുകള് എല്ലാം ഉൾവലിഞ്ഞു. ഇങ്ങനെ ഇവര് 3 പേരും ആ രൂപത്തിലായി മാറി. ഈ രൂപത്തിലേക്കായി മാറി കാര്യം ഇതിൽ ഈ കുറച്ചുകൂടെ ഈ ലീല അങ്ങോട്ട് തുടർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇവര് 3 പേരും 3 നദികളായിട്ട് എന്ത് ചെയ്ത് ഉത്ഭവിക്കും. കാര്യം എന്താണ്? തന്നിലേക്ക് തന്നെ അലിഞ്ഞു ചേർന്ന് നദിയായി ഉദ്ഭവിക്കും. നമുക്കറിയാം ഗംഗാദേവി, അതുപോലെ തന്നെ സരസ്വതി ദേവി, യമുനാദേവി, ഇവരെല്ലാം നദികളായിട്ട് ഉദ്ഭവിച്ചെന്ന് പറഞ്ഞാൽ അവര് ആ ഒരു ലയനത്തിൽ കൂടെയാണ് അല്ലെ? സരസ്വതി ദേവി അങ്ങനെയുള്ള അവരെല്ലാരും നദിയായിട്ട് ഉദ്ഭവിച്ചു അല്ലെ? ഇതുപോലെ തന്നെ ഇവര് 3 പേരും 3 നദിയായിട്ട് ഉദ്ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അറിഞ്ഞ് അപ്പൊ അവിടെ എന്ത് ചെയ്യും? ദേവർഷി നാരദർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ദേവർഷി നാരദർ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാനെ അവിടെ തിരിച്ചു വിളിക്കുന്നു. ഈ ഭാവത്തിൽ നിന്ന് ഭഗവാനെ വിളിച്ചിട്ട് തിരിച്ചു വിളിച്ചു കഴിയുമ്പോൾ ഭഗവാനും ഇവര് 3 പേരും എന്ത് ചെയ്തു? പഴയ രൂപത്തിലേക്ക് പതുക്കെ പതുക്കെ വരുന്നു. എന്നിട്ട് നാരദമുനി ദണ്ഡവത് നമസ്കാരം ചെയ്തിട്ട് ഭഗവാനോട് പറയുന്നു, ഭഗവാനെ ഭയങ്കര എന്താണ് അതീന്ദ്രിയമായിട്ടുള്ളൊരു രൂപമാണല്ലേ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ സകലതും എന്താണ് ഉൾവലിഞ്ഞ ആ ഒരു അതീന്ദ്രിയ പ്രേമത്തിന്റെ ആ ഒരു ഭാവം ആണല്ലോ ഈ കാണുന്നത്. ഇത് എങ്ങനെ വിവരിച്ചാലും മതിയാകില്ല. ഇനി എന്താണ് ഈ ദേവാദിദേവന്മാരെല്ലാം മുകളിലുള്ള ഉപരിലോകങ്ങളിലുള്ള എല്ലാവരും ഈ ലീല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കെല്ലാം ഈ ഭാവത്തിൽ ഭഗവാനെ എങ്ങനെ ദർശനം കിട്ടാൻ സാധിക്കും എന്ന് അവര് നാരദമുനി ചോദിച്ചു. എല്ലാവർക്കും വേണ്ടിയിട്ട്, മറ്റുള്ള ദേവീദേവന്മാർക്കും എല്ലാം വേണ്ടി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറയാണ്, ഇനി ഇതേ രൂപത്തിൽ ഞാൻ എന്താണ് കലിയുഗത്തിൽ ജഗന്നാഥപുരിയിൽ, ഒറീസയ്ക്ക് അടുത്തുള്ള പുരിയിൽ ഞാൻ അവിടെ ജഗന്നാഥനായിട്ട് നിങ്ങൾക്ക് ദർശനം തരും. ഞങ്ങൾ 3 പേരും കൂടെ നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ തന്നെ ദർശനം തരും എന്ന് ഭഗവാൻ അനുകരിക്കുന്നു. കലിയുഗത്തിലെ
ജീവാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ എന്താണ് വിഗ്രഹ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നതാണ് എന്ന് നാരദമുനിക്ക് ഉറപ്പ് കൊടുക്കുന്നു, വാക്ക് കൊടുക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നാരദമുനിക്ക് വാക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു? നാരദമുനി അവിടുന്ന് ഭഗവാനെ സ്തുതിച്ചിട്ട് യാത്രയാകുന്നു. അങ്ങനെ നാരദമുനി കാത്തിരിക്കുകയാണ് ഈ അവതാരം വരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എന്ത് ചെയ്ത് ഭഗവാൻ കലിയുഗത്തിൽ നീലാചലധാമില് നീലമാധവനായിട്ട് അവതരിച്ചു. ആരായിട്ടാണ്? നീലമാധവനായിട്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പം ഈ കലിയുഗത്തിൽ ഭഗവാൻ നീലമാധവനായിട്ട് അവതരിച്ചു. നീലാദ്രിയിൽ, നീലാചലവാസി എന്നാണ് പറയുന്നത്. ഈ ജഗന്നാഥപുരി എന്നുള്ള പേര് പിന്നീടാണ് വന്നത്. ആ പുരുഷോത്തമ ക്ഷേത്രം, പുരുഷോത്തമനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പൊ പുരുഷോത്തമ ക്ഷേത്രത്തിൽ ഭഗവാൻ നീലമാധവനായിട്ട് അവതരിച്ചു. അങ്ങനെ ആ നീലമാധവനായിട്ട് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ആ നീലമാധവനെ ഈ വനവാസിയായിട്ടുള്ള ആൾക്കാരാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ വിശ്വവാസു എന്ന് പറയുന്ന ഒരു ആദിവാസിയാണ് ഈ നീലമാധവനെ വളരെ രഹസ്യമായിട്ടൊരു ഗുഹയില് ആരാധിച്ചു പോന്നിരുന്നത്. അതുകൊണ്ട് ആ സ്ഥലം നീലാചലം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നു. അയാളുടെ പേരെന്താണ്? വിശ്വവാസു. മനസ്സിലായല്ലോ? അപ്പൊ അതുപോലെ ഈ നീലമാധവനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ രാജാവിന്റെ പേരായിരുന്നു ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ഇങ്ങനെ അറിയുന്നു ജഗന്നാഥൻ ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ നീലാചലധാമിൽ നീലമാധവനായിട്ട് അവതരിച്ചിരിക്കുന്ന വാർത്ത കേൾക്കുകയും അങ്ങോട്ടേക്ക് പോകാൻ വഴി അറിയില്ല എവിടെയാണെന്ന് അല്ലെ. പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിയായ എന്താണ് മന്ത്രിയുടെ പേരെന്തായിരുന്നു? വിദ്യാപതി എന്നാണ് മന്ത്രിയുടെ പേര്. നമുക്ക് ഈ പല അക്ഷരത്തിൽ കേൾക്കാം ഈ വിദ്യാപതിയുടെ പേര്. വിദ്യാപതി എന്താണ് ഈ മന്ത്രി പറഞ്ഞു, വളരെ ബുദ്ധിമാനായിട്ടുള്ള മന്ത്രിയാണ്. ഈ മന്ത്രി പറഞ്ഞു, അങ്ങനെ അങ്ങ് പോയി അന്വേഷിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാന് എന്താണ് പോയി അന്വേഷിച്ചിട്ട് ഈ വിവരമൊക്കെ അങ്ങനെ വന്ന് അറിയിക്കാം, അതിനുശേഷം പോയാൽ മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്കുള്ള യാത്ര തുടരുന്നു. നീലാചലം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര തുടരുന്നു. അപ്പം പോയ വഴിക്ക് നോക്കുമ്പോൾ ഒരു കുളം കാണുന്നു. ആ കുളത്തില് എന്താണ് സംഭവിക്കുന്നത്? ഒരു 4-5 പക്ഷികള്, കാക്കകളോ, അവരൊക്കെ വെള്ളം കുടിക്കാനായിട്ട് ഈ കുളത്തിൽ വന്ന് വെള്ളം കുടിക്കുകയും അവരെന്തായി മാറി? വിദ്യാപതിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവര് 4 കൈകളുള്ള വിഷ്ണു രൂപമായി മാറി. അത് ആകാശത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് പറന്നു വരുന്നതുമാണ് ഈ പറയുന്ന വിദ്യാപതി കാണുന്നത് അല്ലെ. ഈ 4 കൈകളുള്ള ഒരാരാണ്? വെറും കാക്കകള് വന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ് അല്ലെ ഈ വെള്ളത്തിൽ. അപ്പൊ അത്ര മാത്രം ആണ് അതിന്റെ ഒരു പരിശുദ്ധി. ആ വെള്ളം കുടിച്ചാൽ മാത്രം, ആ വെള്ളത്തിൽ ഇറങ്ങി ഒന്ന് കൈ തൊട്ട് കഴിഞ്ഞാൽ മാത്രം വൈകുണ്ഠ ധാമിലേക്ക് പോകാം. അപ്പൊ അത്ര നീലമാധവന്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് ആ പ്രദേശം അത്രമാത്രം അനുഗ്രഹീതമായിരുന്നു എന്ന് വേണം നമ്മൾ ഉദ്ദേശിക്കാനായിട്ട്. അങ്ങനെ അങ്ങനെ അവസാനം ഈ വിശ്വവസുവിനെ തിരക്കി അവസാനം വിശ്വവസുവിനെ കണ്ടു. വിശ്വവസു എന്ത് ചെയ്തു? ഈ സ്ഥലം കാണിച്ചു തരാൻ വിസമ്മതിച്ചു. ഇത് വളരെ രഹസ്യഭാവത്തിലാണ് ഞാൻ ഭഗവാനെ ആരാധിക്കുന്നത്, അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പാടില്ല. അപ്പൊ ഞാൻ ഇതുപോലെ രാജാവിന്റെ മന്ത്രിയാണ്, രാജാവിന്റെ ആഗ്രഹപ്രകാരം നീലമാധവനെ ദർശനം കിട്ടിയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ വിശ്വവസുവിനെ വിദ്യാപതി ഒരു തരത്തിൽ പറഞ്ഞ് സമ്മതിച്ച് പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ മന്ത്രിയുടെ കയ്യിൽ എന്താണ്? കടുകുണ്ട്, കടുക് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വഴി, അപ്പൊ ഒരു നിബന്ധന വെച്ചു, കണ്ണ് കെട്ടിക്കൊണ്ടേ ഉള്ളൂ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ സ്ഥലം തിരിച്ച് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണ് കെട്ടിച്ചോണ്ടേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ അതിന് ആ അഗ്രിമെന്റിന് സമ്മതിച്ചു. ആര്? വിദ്യാപതി. അപ്പൊ വിശ്വവസു കണ്ണ് കെട്ടിയിട്ട് പോവാണ്. അപ്പൊ എന്ത് ചെയ്തു? ഒരു സഞ്ചിക്കകത്ത് കടുക് മണി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കടുക് പോകുന്ന വഴിയെല്ലാം വിതറിയിട്ടാണ് ഈ നീലമാധവന്റെ അടുത്ത് എത്തുന്നതും അവിടെ ചെന്നിട്ട് തിരിച്ച് ഇദ്ദേഹത്തിനെ കണ്ണ് കെട്ടിച്ച് തന്നെ ഈ പറയുന്ന കുളമുള്ള ഭാഗത്ത് കൊണ്ട് വിടുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം തിരിച്ച്
ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്റെ അടുത്തെത്തി വിവരങ്ങളൊക്കെ പറയുന്നു. വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ നിനക്ക് എങ്ങനെ ഇനി സ്ഥലം മനസ്സിലാവും ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ പോകുമ്പോഴത്തേന് എന്താണ് അവിടെയെല്ലാം കടുകെല്ലാം മുളച്ചിരിക്കും, അപ്പോൾ വഴി കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് പറയും. അങ്ങനെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് എന്ത് ചെയ്തു, ഈ വിദ്യാപതിയുടെ കൂടെ ഈ നീലമാധവനെ കാണാനായിട്ട് യാത്ര തുടരുന്നു. അപ്പൊ നോക്കുന്ന പോലെ കടുകെല്ലാം മുളച്ചിരിക്കുന്നുണ്ട്. കടുക് മുളച്ചു നിൽക്കുന്ന ആ വഴി തിരഞ്ഞെടുത്ത് അവര് മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ നീലമാധവൻ ഇരിക്കുന്ന ഗുഹയുടെ സ്ഥലം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവം, നീലമാധവൻ അപ്രത്യക്ഷമായി. അപ്പം ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് അതികഠിനമായ സങ്കടം ഉണ്ടാകുകയും ചെയ്യുന്നു മനസ്സിൽ. നീലമാധവനെ ദർശിക്കാൻ വന്നപ്പോൾ തന്നെ നീലമാധവൻ അപ്രത്യക്ഷമായി. അപ്പോഴേക്കും അവിടെ നിന്ന് ഒരു അശരീരി ഉണ്ടാകുന്നു. ആ അശരീരി എന്തായിരുന്നു, ഞാൻ ഇതുപോലെ തന്നെ സമുദ്രത്തിൽ 3 ദാരുബ്രഹ്മമായിട്ട് ഞാൻ അവതരിക്കുന്നു. നീ ക്ഷേത്രമൊക്കെ പണിതോളൂ, സമുദ്രത്തിൽ ഞാൻ ഇങ്ങനെ 3 തടിയായിട്ട് വരും. അപ്പൊ അത് എന്ത് ചെയ്തു, അത് കൊത്തുപണി ചെയ്തിട്ട് മരത്തിൽ കൊത്തുപണി ചെയ്ത് ദാരുബ്രഹ്മമായിട്ട് ഞാൻ അവതരിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ആരുടെയോ ഇതിന് ശബ്ദം വരുന്നുണ്ടല്ലോ, ആരാണ്? ഞാൻ മ്യൂട്ട് ചെയ്യാം. എനിക്ക് പറയുമ്പോൾ അതിന് തടസ്സം വരുന്നു. അപ്പൊ അങ്ങനെ ദാരുബ്രഹ്മമായിട്ട് ഭഗവാൻ അവതരിക്കുമെന്ന് ആകാശവാണി ഉണ്ടായി. അങ്ങനെ വിദ്യാപതി വരികയും വിദ്യാപതിയും ഇന്ദ്രദ്യുമ്ന മഹാരാജാവൂടെ തിരിച്ചെത്തുകയും അതിനുശേഷം അവര് ഈ പറയുന്ന പിറ്റേ ദിവസം ഇതുപോലെ തന്നെ സമുദ്രത്തിൽ ഇതുപോലെ തന്നെ 3 തടികൾ ഒഴുകിയെത്തുന്നു. അങ്ങനെ 3 തടികളിലും ഭഗവാൻ സ്വപ്ന ദർശനത്തിൽ കൊടുക്കുന്നുണ്ടല്ലേ, അതിൽ വെറും തടികളല്ല, അത് ശംഖുചക്ര ഗദാപത്മ അടയാളങ്ങളുള്ള തടികളാണല്ലേ. അങ്ങനെ 3 തടികളെ കരയ്ക്കടുപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഈ ഈ തടി ആര് പണിയും? ഈ തടി കൊണ്ടേ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് വിഗ്രഹം വെത്താനുള്ള ആള് വേണ്ടേ. അപ്പൊ അവിടെ ഒരാള് പ്രത്യക്ഷപ്പെടുന്നത് വിശ്വകർമാവാണ് പറയുന്നത്. പ്രത്യക്ഷപ്പെട്ട് പറയും, ഞാനിത് എന്താണ് ഇത് കൊത്തി വിഗ്രഹമാക്കി തരാം, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. എന്താണ്, ഒരു 10-21 ദിവസം എടുക്കും ഇതിന്റെ പണി പൂർത്തിയാക്കണം. അതുവരെ എന്താണ്, ശ്രീമന്ദിരത്തില് ആരും കയറാണ്ട് പാടില്ല, വിളിക്കാനും പാടില്ല. എപ്പം നിങ്ങൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആ സമയത്ത് ഞാൻ അവിടുന്ന് അപ്രത്യക്ഷമാകും, പണി പൂർത്തിയാകാതെ ഞാൻ അവിടുന്ന് യാത്രയാകുന്നു. അങ്ങനെ ഇന്ദ്രദ്യുമ്ന മഹാരാജാവും ഭാര്യ ഗുണ്ടിജയൊക്കെ കൊണ്ട് ഇദ്ദേഹത്തെ, ശ്രീമന്ദിരമൊക്കെ ഓൾറെഡി ഇദ്ദേഹം പണിയിച്ചിട്ടിരിക്കുകയാണല്ലേ, അതിനൊരു വിഗ്രഹം വെക്കാൻ വേണ്ടിയിട്ട് നീലമാധവനെ അവിടെ ഇങ്ങോട്ടേക്ക് പ്രതിഷ്ഠിക്കാൻ ചെയ്യുന്നപ്പോൾ നീലമാധവൻ അപ്രത്യക്ഷമായി. അപ്പോൾ പിന്നെ എന്താണ്, അദ്ദേഹത്തിന് അതിയായ സങ്കടം ഉണ്ടായി. അപ്പോഴാണ് ആകാശവാണി ഉണ്ടായതും സ്വപ്ന ദർശനം കിട്ടിയതും ഞാൻ ദാരുബ്രഹ്മമായിട്ട് അവതരിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞതും. അങ്ങനെ ഈ വിദ്യാപതിയും ഇവരെല്ലാവരും ഈ ഇതുപോലെ തന്നെ ഈ വിശ്വകർമാവായിട്ട് വന്ന ആളെ തടി എല്ലാം അവിടെ കുത്തി വിഗ്രഹം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ട് ഇവര് പോരും. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസം തട്ടും മുട്ടും ഒക്കെ കേട്ടു. പിന്നെ കുറച്ച് ദിവസമായി കഴിഞ്ഞപ്പോഴത്തെ എന്ത് ചെയ്തു, തട്ടും മുട്ടൊന്നും കേൾക്കാതെ ആയിപ്പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഗുണ്ടിജ മഹാരാജാവിനോട് പറഞ്ഞു, അവിടെ അകത്ത് ആള് ഉണ്ടെന്ന് തോന്നുന്നില്ല, നമുക്കൊന്ന് തട്ടി നോക്കിയാലോ. അതുപോലെ ഇത് പറ്റിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞതാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗുണ്ടിജയുടെ പ്രേരണ മൂലം എന്ത് ചെയ്തു, ഇവര് വാതിൽ തുറന്നു നോക്കി. വാതിൽ തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അകത്ത് കയറി. അപ്പൊ അവിടെ ആരും കണ്ടില്ല. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോ ഇതേ രീതിയിൽ അപ്പൊ വിഗ്രഹങ്ങൾ 3 മുഴുവൻ കൊത്തിയിട്ടില്ല അല്ലെ. 21 ദിവസം പറഞ്ഞ് ഇവര് 12 ദിവസം കണ്ടായപ്പോഴത്തേനും അകത്ത് കയറി. ഇപ്പോഴത്തെ എന്ത് ചെയ്തു, പകുതി രൂപമായിട്ട് കണ്ണിങ്ങനെ വൃത്താകൃതിയില്, അതുപോലെ തന്നെ ഈ വായ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ചെവികളില്ല, കൈയെല്ലാം ഉൾവലിഞ്ഞ് കാലില്ലാത്ത ആ ഒരു രൂപത്തിൽ അപൂർണമായി തോന്നിക്കത്തക്ക രീതിയിൽ 3 വിഗ്രഹങ്ങൾ. ഇവർക്ക് ഭയങ്കര വിഷമമുണ്ടായി. അപൂർണമായി നമ്മളിങ്ങനെ കാണിച്ചത് കൊണ്ടാണല്ലോ ഇദ്ദേഹം അപ്രത്യക്ഷനായി പോയത്, അപ്പൊ വളരെ വലിയ അപരാധമാണ് ചെയ്തത് എന്നൊക്കെ അവർക്ക് ഇങ്ങനെ തോന്നുകയും, അങ്ങനെ അവര് ഇരുന്ന സമയത്ത് ആകാശവാണി ഉണ്ടാകുകയും നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് ശരിക്കും ഭഗവാൻ ആഗ്രഹിച്ചിരുന്ന രൂപം. ദ്വാരകയിൽ ഇതുപോലെ ഞാൻ കണ്ട ആ രൂപം ഭഗവാൻ കലിയുഗത്തില് ഇവിടെ ഈ എന്താണ്, ഇതിനെ ജഗന്നാഥപുരി എന്ന് അറിയപ്പെടും. സാക്ഷാൽ ഭഗവാൻ ജഗന്നാഥനായിട്ട് അവതരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പില്. അങ്ങനെ അതുകൊണ്ട് ഈ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ അത്യുത്തമം എന്ന് പറഞ്ഞ് അവിടെ പ്രതിഷ്ഠ നടക്കുകയാണ്.
ചെയ്തത്. അപ്പൊ സകല ദേവാദി ദേവന്മാരും ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ, ഇനി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ക്ലാസ് കൊണ്ട് ഒന്നും തീരെയില്ലാത്ത അത്ര രീതിയിൽ ജഗന്നാഥനെ പറ്റി പറയാനുണ്ട്. നമ്മളിപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ട് കാണും. എന്നാലും അത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ജഗന്നാഥപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ, ചതുർധാമിലെ 4 ധാമങ്ങളുണ്ടല്ലേ, അതിലെ ആ, ഒരു ധാമാണ്. ഏതൊക്കെയാണ്? ബദ്രിനാഥ്, കേദാർനാഥ്, പിന്നെ ദ്വാരക, അതുപോലെ ജഗന്നാഥപുരി. അപ്പൊ ചതുർധാമിലെ ഒരു ധാമാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ ശങ്കരാചാര്യര് മഠം സ്ഥാപിച്ചിട്ടുമുണ്ട്. ഈ ചതുർധാമുകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതില് ഇവിടെയുണ്ട് ശങ്കരാചാര്യ മഠങ്ങള്. ശങ്കരാചാര്യരാണ് ഇവിടുത്തെ പൂജാവിധികളെല്ലാം വീണ്ടെടുത്തത്. കാര്യം മുഗളന്മാരും ബ്രിട്ടീഷുകാരുടെ ഒക്കെ ഭരണസമയത്ത് ഒരുപാട് ആ, നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും. അതുകൊണ്ടാണ് മറ്റുള്ള ജാതിക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല. മറ്റുള്ള മതക്കാർക്ക്, ഹൈന്ദവ വിശ്വാസികൾ മാത്രമേ ഉള്ളൂ, അന്യമതക്കാർക്ക് പ്രവേശനമില്ല. കാര്യം അവരൊക്കെ അതേപോലെ കാര്യങ്ങളൊക്കെ ഈ ജഗന്നാഥപുരി ക്ഷേത്രത്തിനും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ലോക അത്ഭുതങ്ങളെല്ലാം കൂടി ഒരുമിച്ചൊരു ക്ഷേത്രത്തിൽ ഉണ്ട് എങ്കിൽ അത് ജഗന്നാഥപുരിയിലാണ് ഉള്ളത്. അപ്പം പക്ഷെ ജഗന്നാഥപുരി ഒന്നും തന്നെ നമ്മളെ നിഘണ്ടുവിലോ ലോക ചരിത്രത്തിലോ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അതൊക്കെ എന്താണ് മറ്റു പല ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ കൂടിയാണല്ലോ എന്താണ് നമ്മളുടെ ചരിത്രം എഴുതിയത്. അപ്പൊ അങ്ങനെ ഇതൊന്നും നമ്മൾ അറിയപ്പെടാതെ പോയി. അപ്പൊ ഇതിലെ ലോകാത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗോപുരത്തിന് നിഴലുണ്ടാവില്ല. പിന്നെ അടുത്തത്, ഈ ശ്രീമന്ദിരത്തിന് മുകളില് ഒരു സുദർശനം നിൽപ്പുണ്ട്. അത് നമ്മൾ ഏത് ദിക്കിൽ നിന്ന് നോക്കിയാലും ആ സുദർശനം നമ്മളെ ഫേസ് ചെയ്യുന്ന പോലെ തോന്നും. പിന്നെ അടുത്തത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ സുദർശനത്തിന്റെ മുകളിൽ കൂടെ ഒരു പക്ഷിയോ അതുപോലെ തന്നെ ഒരു എയ്റോപ്ലെയിനോ അങ്ങനെയൊന്നും പറന്നു പോകത്തില്ല. പിന്നെ അടുത്തത് ആ സുദർശന ചക്രത്തിന്റെ മുകളിൽ ഒരു കൊടിയുണ്ട്. ആ കൊടി നേരെ വിപരീതമായിട്ടാണ് ഇവിടെ പറക്കുന്നത് അല്ലെ. കാറ്റിന് അനുകൂലമായിട്ടാണ് സാധാരണ കൊടിക്കൂറെല്ലാം പറക്കുന്നത്. ഇവിടെ കാറ്റിനെതിരെയാണിത് പറക്കുന്നത്. പിന്നെ അടുത്തത് ഈ സമുദ്രത്തിന്റെ എരമ്പലാണ്. തൊട്ടടുത്ത സമുദ്രതീരത്താണ് ക്ഷേത്രമെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ പടിക്കുള്ളിൽ കയറിയ സമുദ്രത്തിന്റെ ഇരമ്പം കേൾക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അടുത്തത് അത്രയും ചൂട് കൊണ്ട് കല്ലിൽ പണിത ഇത്രയും വലിയൊരു ഗോപുരം, ഒരു 10-30 അടി ഹൈറ്റ് കാണുന്ന അത്രയും ഒരു ഗോപുരം എന്തിന് ഈ ഇവിടുത്തെ പൂജാരിമാർ, പണ്ടാസ് എന്ന് പറയും പൂജാരിമാരെ. ഈ പണ്ടാസ് എങ്ങനെയാണ് കയറുന്നത്? കുരങ്ങന്മാര് കയറുന്നത് പോലെ ആ ചൂട് 4 മണി സമയം കഴിയുമ്പോൾ എന്തായിരിക്കും, രാവിലെ മുതൽ പൊള്ളി കിടക്കുന്ന ആ കല്ലേല് കൈ കൊണ്ട് പിടിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ലാതെയാണ് ഇവർ കയറുന്നത്. കയറി മുകളിലെത്തിയിട്ട് അവരെല്ലാ ദിവസവും കൊടിക്കൂറകൾ മാറ്റി. ഒരു 5 മണി സമയത്ത് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൊടിക്കൂറ മാറ്റാനായിട്ട് പൂജാരിമാര് ഇങ്ങനെ കൊടിക്കൂറ മാറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആ കൊടിക്കൂറ നമ്മളെല്ലാം വീടുകളിലൊക്കെ അവര് ലേലമൊക്കെ വിളിച്ചിട്ട് വിൽപ്പന നടക്കും. എല്ലാവരും ഒക്കെ വീട്ടിൽ അതിന്റെ ചെറിയൊരു തുണിയുടെ പീസൊക്കെ കൊണ്ട് വെക്കാറുണ്ട്. അപ്പൊ അപ്പൊ അങ്ങനെ ഈ അങ്ങനെയുള്ളൊരു ചടങ്ങ് ഇവിടെ മാത്രമാണുള്ളത്. എല്ലാ ദിവസവും കൊടിക്കൂറ മാറ്റുന്നത്. എത്ര മഴയാണെങ്കിലും എത്ര ചൂടാണെങ്കിലും ആ കൊടിക്കൂറ മാറ്റിയിരിക്കും. പിന്നെ അടുത്തത് നമ്മൾ കടൽക്കാറ്റും കരക്കാറ്റും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അല്ലെ, സ്കൂളിൽ പഠിച്ചിട്ടുള്ള അല്ലെ. ഒന്ന് കരയിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കും, രാവും പകലും. ഇത് ജഗന്നാഥപുരിയിൽ മാത്രം നേരെ തിരിച്ചാണ്. സയൻസിൽ പറയുന്ന പോലെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ എന്താണ് ഈ ജഗന്നാഥപുരിയിലെ നമ്മൾ അറിയാം, കാശിയിൽ പോയാൽ ഗംഗാസ്നാനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് മോക്ഷം കിട്ടും. ബദ്രീനാഥ് പോയി അവിടെ തപസ്സിരുന്നാൽ മോക്ഷം കിട്ടും. അതുപോലെ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ആ ഡാമിന്റെ പവിത്രത കൊണ്ട് നമുക്ക് മോക്ഷം കിട്ടും. അങ്ങനെ അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരുപാട് മോക്ഷം കിട്ടാനായിട്ടുള്ള ഉപാധികൾ അല്ലെ, പല പല സ്ഥലങ്ങളുടെയും പവിത്രതകൾ കൊണ്ട്. പക്ഷെ ജഗന്നാഥപുരിയിലെ പ്രസാദം കഴിച്ചാൽ മാത്രം മതി മോക്ഷം കിട്ടാനായിട്ട്. അപ്പൊ ഈ ജഗന്നാഥപുരിയിലെ പ്രസാദത്തിന്റെ കാര്യത്തിലേക്കാണ് ഇനി കിടക്കുന്നത്. അതിലെ വലിയ മഹാത്ഭുതമാണ് ഇത് കാണുന്നത്. കാര്യം നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ, നമ്മളെ വീടുകളിലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ഭോഗം ഓഫർ ചെയ്യുന്നത്.
നമ്മൾ വലിയ കലത്തിലൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് ചെറിയൊരു പാത്രത്തിലിട്ടിട്ടാണ് ഭഗവാൻക്ക് കൊടുക്കുന്നത്. ഇവിടെ അടുപ്പിൽ വെച്ചിട്ട് ആ കലത്തോടെ കൂടി എടുത്തിട്ടാണ്, മൺകുടത്തിലാണ് ഇതെല്ലാം നിവേദിക്കുന്നത് അല്ലെ. ആ മൺകുടം ഒന്ന് ഉപയോഗിച്ചത് പിന്നീട് ഉപയോഗിക്കത്തില്ല, പിന്നീട് നമ്മൾ കഴുകി ഉപയോഗിക്കുന്നില്ല, അത് അതേപടി ലേലം വിളിച്ച് ഒക്കെയാണ് അല്ലെ. അതേപടി വലിയ ട്രോളിയിലാണ് ജഗന്നാഥൻ നിവേദിക്കാനായിട്ട് കൊണ്ട് ശ്രീമന്ദിരത്തിന് മുൻപിൽ വെക്കുന്നത്. മുൻപിൽ വെച്ച് കഴിയുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഭഗവാൻ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് അവിടെ ഒരു ദർപ്പണം വെച്ചിട്ടുണ്ട്. ആ ദർപ്പണത്തിൽ ഭഗവാന്റെ പ്രതിബിംബം വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭഗവാൻ ഇഷ്ടപ്പെട്ടു എന്നാണ്. അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അപവിത്രത അപങ്ങളോ ഉണ്ടെങ്കിൽ ഭഗവാന്റെ പ്രതിബിംബം വരില്ല, അപ്പൊ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ഈ പ്രസാദം അപ്പാടെ കുഴിച്ചു മൂടണം. ഒരു ജീവജാലങ്ങൾക്ക്, ഒരു പ്രാണിക്കോ പുഴുവിനോ പട്ടിക്കോ പോലും ഭഗവാൻ നിരസിച്ച ഭോഗം കൊടുക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ മഹാ അടുക്കള ഉള്ള ഒരു ക്ഷേത്രമാണ് ജഗന്നാഥപുരി. അത്രയും വലിയ ഒരു അടുക്കളയുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുന്ന ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. കാര്യം എന്താണ്, ഭഗവാൻ ഓരോ നേരവും ചപ്പൻ ഭോഗമാണ്, 56 വിഭവങ്ങളാണ് ഓരോ നേരവും. അതുപോലെ 6 നേരം കൊടുക്കുന്നു, 56 × 6. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 6 നേരം. ഭഗവാൻ ഉറങ്ങുന്നത് വെറും 2 മണിക്കൂറാണ്. ബാക്കി സമയം മുഴുവനും ആ 2 മണിക്കൂർ ആരാണ് ദർശനത്തിന് വരുന്നത്? 33 കോടി ദേവന്മാരും ഭഗവാന്റെ ദർശനം എടുക്കാണ്ട് വരുന്ന ഈ 2 മണിക്കൂറാണ്. നമ്മൾ ഉറങ്ങുകയെന്ന് വിചാരിക്കും, പക്ഷെ ആ സമയത്തും ഭഗവാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്രമവും ഇല്ലാതെ ദർശനം നൽകുന്ന ഒരു ഭഗവാനാണ്. യാതൊരു വിശ്രമവും ഇല്ല അല്ലെ. ആ 2 മണിക്കൂർ ഉറങ്ങുന്നതെന്ന് നമ്മൾ പറയുന്നത് അത് മറ്റുള്ള ദേവീദേവന്മാർക്ക് ദർശനത്തിന് വരുന്ന സമയമാണ്. അങ്ങനെ എപ്പോഴും ദർശനം കൊടുക്കുക. അതുപോലെ ഈ പ്രസാദം ഉണ്ടാക്കുന്നത് വിറക് കൊണ്ടാണ്, ഒരു ഗ്യാസോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, ഒരു പാത്രത്തിന്റെ മുകളിൽ ഒരു പാത്രം അങ്ങനെ അങ്ങനെ വെച്ചിട്ടാണ് ഈ അടുപ്പ് കൂട്ടുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും ഒരു ശാസ്ത്രത്തിനും തെളിയിക്കാൻ പറ്റാത്ത കാര്യം, ഏറ്റവും മുകളിൽ ഇരിക്കുന്ന പാത്രത്തിലെ വിഭവം ഏറ്റവും ആദ്യം പാകമാകും, അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴത്തെ, അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴത്തെ. ഈ തീ കത്തിക്കുന്ന ഏത് പാത്രത്തിലാ? ഏറ്റവും താഴെ ഇരിക്കുന്നത്, അത് ഏറ്റവും അവസാനേ പാകമാകും. ഈ ഒരു വിദ്യ ഒരു സയൻസിനും ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം യാതൊരു തരത്തിൽ വേർപ്പോ അതുപോലെ തന്നെ ഈ മുടി ഒന്നും വരാതിരിക്കാണ്ട് പൂജാരിമാർ അത്ര പവിത്രതയോടു കൂടിയാണ് ഈ മഹാപ്രസാദം ഭഗവാന്റെ അടുക്കൽ കൊടുക്കുന്നത്. ഈ മഹാപ്രസാദം നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാണ്? നിലത്തിരുന്ന് ഇലയിലിരുത്തി വേണം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മള്. അപ്പൊ അത്ര റെസ്പെക്റ്റോട് കൂടിയാണ്, അതായത് ഭഗവാൻ അപ്രൂവ് ചെയ്ത പ്രസാദം, അക്സെപ്റ്റ് ചെയ്ത പ്രസാദം നമുക്ക് വേണമെങ്കിൽ നിലത്തുനിന്ന് വേണേൽ എടുത്ത് കഴിക്കാം, ഒരു പട്ടിയുടെ വായിൽ നിന്ന് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഭഗവാൻ നിരസിച്ച പ്രസാദം എന്താണ്, ഒരു പട്ടിക്ക് പോലും കൊടുക്കാനും പാടില്ല. അതാണ് അവിടുത്തെ ആ ഒരു രീതി. അങ്ങനെ മഹാപ്രസാദം. അതുപോലെ തന്നെ അവിടെ എന്താണ്, ദേവി അവിടെ ഇരിപ്പുണ്ട്. ആ ദേവിയുടെ പേരെന്താണ്? വിമലാംബിക ദേവി എന്ന് പറയും. വിമലാംബിക ദേവി ആരാണ്? പാർവതി ദേവി. അപ്പൊ പാർവതി ദേവി അവിടെ വന്ന് ഇരിക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ കലിയുഗത്തിലെ നമ്മളെയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ദേവി വന്നിരിക്കുന്നത്, ദുർഗാദേവിയായിട്ടല്ലേ. അപ്പം ഈ വൈകുണ്ഠത്തിൽ നിന്ന് ഒരിക്കൽ നാരദമുനി അതിയായ ആഗ്രഹം പറയുന്നു, ലക്ഷ്മി മാതാവ് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രസാദം കഴിക്കണം എന്നല്ലേ. അപ്പൊ ആ പ്രസാദം നാരദമുനി കഴിച്ച്, നാരദമുനി ഭയങ്കര സന്തോഷത്തിൽ ഭഗവാന് ഉണ്ടാക്കുന്ന ഭഗവാൻ കഴിച്ച ഉച്ഛിഷ്ടം കഴിച്ചിട്ട് ഭയങ്കര സന്തോഷമായി ഡാൻസ് കളിച്ചു പോകുമ്പോൾ കൈലാസനാഥൻ ഇത് കണ്ടു. കൈലാസനാഥൻ നാരദമുനിയെ വിളിക്കുന്നു, എന്താണ് ഇത്ര സന്തോഷത്തിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ ഇതുപോലെ ലക്ഷ്മി മാതാവ് ഭഗവാൻ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു പ്രസാദത്തിലെ ഒരു ചെറിയ ഭാഗം കഴിച്ചു, അപ്പൊ അതിന്റെ ആനന്ദാതിരേകമാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അങ്ങയുടെ കയ്യിലൊരു അല്പം പോലും ഇല്ല എനിക്ക് തരാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ആനന്ദം വേണമെന്ന് മഹാദേവൻ ശാഠ്യം പിടിക്കുന്നു. മഹാദേവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞത്, പാർവതി ദേവി അറിയണ്ട, പാർവതി ദേവി അറിഞ്ഞ പാർവതി ദേവിക്ക് കൊടുക്കണം എന്ന് പറയാം, അതുകൊണ്ട് അറിയാതെ എനിക്ക് നീ നാരദമുനിയോട് പറഞ്ഞു നഖം ഇങ്ങ് കാണിക്കാൻ പറഞ്ഞു. നഖം ഇങ്ങ് കാണിക്കാൻ പറഞ്ഞപ്പോൾ നഖത്തിന്റെ ഇടയ്ക്ക് കയറി ശക്കല ഒരു അരിമണിയുടെ ഒരു ചെറിയ ചോറിന്റെ ഒരു ചെറിയ അംശം ഉണ്ടായിരുന്നു. അത് മഹാദേവൻ ഇങ്ങനെ ഇളക്കിയെടുത്ത് മഹാദേവൻ അത് കഴിച്ചു കഴിയുമ്പോൾ മഹാദേവനും എന്ത് ചെയ്യുന്നു, എന്താണ് ഇങ്ങനെ തുള്ളി ചാടി. അപ്പൊ ഇത് കണ്ടിട്ട് ഇവര് രണ്ടുപേരും പരിസരം മറന്ന് തുള്ളുന്നത് കണ്ടിട്ട് പാർവതി ദേവി ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ അവസാനം പറയുന്നു, എന്താണ്, ഞങ്ങൾ വൈകുണ്ഠത്തിൽ ലക്ഷ്മി മാതാവ് ഉണ്ടാക്കുന്ന
ആ ഒരു പ്രസാദത്തിന്റെ ഒരു ചെറിയ ഭാഗം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായി അല്ലേ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, നിങ്ങളൊരു ദുഷ്ടനാണെന്ന് ആര് പറയുന്നു? പാർവതി ദേവി. സാധാരണ ഭാര്യമാർ ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ആർക്കും ഒരു പാതിമയായിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തരാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ആനന്ദിക്കുന്നു, നിങ്ങളൊരു ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പാർവതി ദേവി തുള്ളിച്ചാടിപ്പോയി അവിടെ നാരായണനെ അവിടെ എന്താണ് നാരായണനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സഹോദരനായ നാരായണൻ അവിടെ ദേവിക്ക് ദർശനം കൊടുക്കുന്നു. അപ്പൊ ദേവി വിഷം പറയുന്നു, എനിക്ക് അങ്ങയുടെ മഹാപ്രസാദം കഴിക്കാനായിട്ട് അതിയായ ആഗ്രഹം, അതിന് അങ്ങ് ഇടയാക്കി തരണം എന്ന് പറഞ്ഞ് പാർവതി ദേവി ഭഗവാനോട് യാചിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, വിഷമിക്കേണ്ട സോദരി, അവിടുന്ന് എന്താണ് കലിയുഗത്തിൽ ഇതുപോലെ തന്നെ ഞാൻ ജഗന്നാഥനായിട്ട് അവതരിക്കും. അപ്പോൾ എന്താണ് അവിടുന്ന് വിമലാംബികയായിട്ട് എൻ്റെ അരികെ വന്ന് വസിക്കുക. അപ്പം എന്ത് ചെയ്തു, ഞാൻ ഭുജിച്ച ഭോഗം എന്താണ് പ്രസാദമായിട്ട് ദേവിക്ക് കൊണ്ടുവന്ന് നിവേദിക്കും. അങ്ങനെ അത് മഹാപ്രസാദമായിട്ടായിരിക്കും പിന്നീട് ഭക്തജനങ്ങളിലേക്ക് എത്തുന്നത് അല്ലെ. ഭഗവാന്റെ കഴിച്ച പ്രസാദം ആര് ദേവിയുടെ ഉച്ഛിഷ്ടമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദേവിയും കൂടെ കഴിച്ചതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് മഹാപ്രസാദം ഭക്തയാണല്ലേ. ഭഗവാന്റെ പരമഭക്തയാണ് പാർവതി ദേവി. അപ്പൊ പാർവതി ദേവി ഒരു ഭക്തരുടെ വായിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന് ഉച്ഛിഷ്ടത്തിന് എന്താണ് പ്രസാദമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ദേവി ലാംബികയായിട്ട് അവിടെ വന്നു. അങ്ങനെ ഈ നമ്മള് ലോകാത്ഭുതങ്ങളെല്ലാം കണ്ടു. നീലമാധവൻ എങ്ങനെയാണ് ജഗന്നാഥനായിട്ട് മാറിയെന്ന് കണ്ടു. അതുപോലെ തന്നെ അവിടെ സുദർശനം എന്താണ് ഉഗ്രരൂപി അല്ല എന്ന് കണ്ടു. സുദർശനത്തിന്റെ അവിടെ എന്താണ് ദണ്ഡവത്ത് ചെയ്യുന്ന ആ ഒരു ഭാവത്തിൽ ഒരു ദണ്ഡായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഈ ആൾട്ടറിലൊക്കെ കാണാം ഒരു ദണ്ട് പോലെ ഒരു സാധനം ഇരിക്കും, അതാണ് സുദർശനം. ഭഗവാന്റെ സുദർശനം ദണ്ടിന്റെ പരുവത്തിലാക്കി മാറി, അതായത് ഉഗ്രരൂപി അല്ല ഭഗവാൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഇനി അടുത്തത് ഈ രഥയാത്രയുടെ ഉദ്ഭവം എന്താണ്? അപ്പൊ ജഗന്നാഥ ലോകത്തിലെ ഏറ്റവും ആദ്യത്തേതും അതുപോലെ തന്നെ ഏറ്റവും വലുതുമായിട്ടുള്ള രഥയാത്രയാണ് ജഗന്നാഥപുരി രഥയാത്ര. അപ്പൊ രഥയാത്രയുടെ കാര്യങ്ങളിൽ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഭഗവാന്റെ ആ ഒരു ലീല നമുക്ക് അവസാനിപ്പിച്ച് രാമായണത്തിലേക്ക് കിടക്കാം. അപ്പം രഥയാത്ര ആദ്യമായിട്ട് ഈ രഥയാത്ര നടന്നത് വൈഷ്ണവ ആചാര്യന്മാര് പറയുന്നത് അത് എവിടെ വെച്ചിട്ടാണ്? ആർക്കാ പറയാൻ പറ്റുന്നത്? ഓർമ്മയുണ്ടോ? അതിനും കുറെ കഥകളും പുരാണങ്ങളിലൊക്കെ പല സ്ഥലത്തും കുറച്ചൊക്കെ വ്യത്യാസപ്പെട്ട രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇത് നടന്നത് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആദ്യത്തെ രഥയാത്ര നടന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ രഥയാത്ര നടന്നത് കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ കുരുക്ഷേത്രത്തില് അതായത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 10 അധ്യായങ്ങൾ 82, 83 അതിലാണ് ഇതിനെപ്പറ്റി വിവരിക്കുന്നത്. അപ്പൊ സൂര്യഗ്രഹണ സമയത്ത് ഈ പിതൃക്കന്മാർക്കൊക്കെ ബലിയിടാനായിട്ട് കുരുക്ഷേത്രത്തില് അവിടെ ഒരു ഇതുണ്ട്, തടാകം പോലെയുണ്ട്. അവിടെ ആര് വരുമായിരുന്നു? ദ്വാരകാ നിവാസികൾ. അപ്പൊ കൃഷ്ണനും ബലരാമനും സുഭദ്ര മാതാവും അവരുടെ കൂടെ ദേവകി മാതാവും രോഹിണി മാതാവും ഇവരുടെ 16,008 ഭാര്യമാരും എല്ലാവരും കൂടെ കൂടി ദ്വാരകയിൽ നിന്ന് അവിടെ എത്തി. അപ്പൊ ഈ വിവരം കൃഷ്ണനും അതുപോലെ തന്നെ ബലരാമനും ഒക്കെ വരുന്നുണ്ടെന്നറിഞ്ഞ് ദ്വാരകാവാസികൾ വൃന്ദാവനവാസികൾക്ക് ഭഗവാനെ കാണണമെന്ന് ആഗ്രഹം. അങ്ങനെ വൃന്ദാവനവാസികളായ രാധാറാണിയും ഗോപികമാരും ഗോപന്മാരും നന്ദഗോപുരം യശോദയെല്ലാം എന്ത് ചെയ്യുന്നു? ഭഗവാനെ കുരുക്ഷേത്രത്തിൽ കാണാനായിട്ട് എത്തിച്ചേരുകയാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഹരകൃഷ്ണ, നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അതോ ഉറങ്ങിയോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവരെല്ലാരും കൂടെ കൂടി എന്ത് ചെയ്തു? കുരുക്ഷേത്രത്തിൽ ഭഗവാനൊക്കെ പിതൃപൂജകളെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്തു? രഥത്തിൽ കയറി പോകാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഭഗവാൻ
നോക്കിക്കഴിയുമ്പോൾ എന്താണ്, രാധാറാണിയും അതുപോലെ ഗോപികമാരും എല്ലാരും കൂടെ നിൽക്കുന്നു. അപ്പൊ ഭഗവാന്റെ രഥം നേരെ അങ്ങോട്ട് തിരിഞ്ഞു. ഗോപികോപന്മാരെല്ലാരും ഭഗവാന്റെ രഥത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് വലിക്കുന്നു, വൃന്ദാവനത്തിന്റെ വശത്തേക്ക്. അപ്പൊ എന്ത് ചെയ്തു, ഭഗവാന്റെ ഭാര്യമാരും അതുപോലെ മറ്റുള്ള ദ്വാരക യദുവംശജരെല്ലാരും കൂടി തിരിച്ചിങ്ങോട്ട് വലിക്കുന്നു. അങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വടംവലി മത്സരം പോലെ നടന്നു. ഇവര് പറയുന്നു, 16,108 ഭാര്യമാരെ ഇട്ടിട്ട് ഭഗവാൻ എങ്ങനെ പോകാൻ പറ്റും, ഇവിടെ അദ്ദേഹം രാജാവാണ്, അതുകൊണ്ട് രാജാവിന്റെ ഉത്തരവാദിത്തത്തെ നിർവഹിക്കണം. അപ്പൊ പറഞ്ഞു 12 വയസ്സിൽ ഇവിടുന്ന് പോന്നതാണ്. അപ്പം രാധാറാണി പറയുന്നുണ്ട്, അങ്ങ് ഈ കിരീടവും അതുപോലെ തന്നെ ഇതെല്ലാം മാറ്റിയിട്ട്, ആടയാഭരണങ്ങളെല്ലാം മാറ്റിയിട്ട് എന്താണ് ഒരു ഓടക്കുഴൽ, ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് പോകുന്ന പിന്നെ ഓടക്കുഴൽ ഉപയോഗിച്ചിട്ടേ ഇല്ല, അങ്ങയുടെ പുല്ലാങ്കുഴലും ഈ തലപ്പാവും ഇട്ടിട്ട് ആ മയിൽപ്പീലിയൊക്കെ കുത്തി വരുന്ന ആ രൂപത്തിലാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുപോലെ ആ രൂപത്തിലുള്ള ഈ രാജാവായിട്ടുള്ള കൃഷ്ണനെ അല്ല ഞങ്ങള് കണ്ടിട്ടുള്ള, ആ രൂപത്തിലുള്ള കൃഷ്ണനെ ഞങ്ങൾക്ക് കാണണ്ട എന്നൊക്കെ രാധാറാണിയും അവരും എല്ലാം പറയുന്നു. അങ്ങനെ നന്ദഗോപുര യശോദയൊക്കെ കണ്ടു ഭഗവാൻ അവരെ വണങ്ങുന്നു. അങ്ങനെ ഈ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും മധ്യസ്ഥനായിട്ട് അവിടെ ബ്രഹ്മദേവൻ എത്തുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ എത്തി ഭഗവാനോട് ഇതുപോലെ തന്നെ ഒരു മധ്യസ്ഥത പോലെ വർഷത്തില് ഒരു 9 ദിവസം ഇതുപോലെ തന്നെ വൃന്ദാവനത്തിലേക്ക് അങ്ങ് പോകാണെന്നുള്ള എഗ്രിമെന്റ് ഒക്കെ വെച്ച് ഇവിടുന്ന് യാത്രയാകുന്നു. അങ്ങനെ അന്ന് തുടങ്ങിയ ആ 9, അന്ന് എല്ലാവരോടും കൂടി ഭഗവാനെ വൃന്ദാവനത്തിന്റെ സ്ഥലത്തിലേക്ക് പിടിച്ചു വലിക്കുന്നു. അപ്പൊ ഗോപികമാരെ രാധാറാണിയെയും കാണാനായിട്ടുള്ള ആ അത്യന്തമായ പ്രേമ രസത്തിലാണ് ഭഗവാന്റെ ആ ഒരു കണ്ണുകൾ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെ. അപ്പൊ ഈ ഭഗവാന്റെ ഈ ഭാവത്തിന് നാം വിപ്രലംബ ഭാവം എന്ന് പറയും, അല്ലെ. ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ചിട്ടുള്ള ഭാവം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവമാണ് വിപ്രലംബ ഭാവം, അല്ലെ. ഭഗവാൻ എന്താണ്, പ്രേമത്തോടു കൂടിയാണ്, അല്ലെ. വൃന്ദാവനത്തിന്റെ ആ ഒരു ഇതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഭഗവാൻ എന്താണ്, സർവ്വതും മറന്ന് എന്താണ് ആ ഒരു പ്രേമത്തിന്റെ ആ ഒരു ഭാവത്തിലിരിക്കുക, അതിയായ സന്തോഷത്തോടു കൂടി. നമ്മുടെ ഈ സന്തോഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിലൊക്കെ ഉപരിയായി ഇന്ദ്രിയങ്ങൾക്ക് ഉപരിയായിട്ടുള്ള അതീന്ദ്രിയ പ്രേമരസത്തോടു കൂടി ഇരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. കാര്യം എന്താണ്, രഥം പോകുന്നത് എന്താണ്, വൃന്ദാവനത്തിലേക്ക്. അപ്പൊ ഭഗവാൻ ശ്രീമന്ദിരത്തിൽ നിന്ന് ഗുണ്ടിജ ടെമ്പിള് വൃന്ദാവനമായിട്ടാണ് പറയുന്നത്, അല്ലെ. ആ പോകുന്ന 9 ദിവസം എടുക്കുക രഥയാത്ര, അല്ലെ. ആ 9 ദിവസം ഭഗവാൻ എന്താണ് വൃന്ദാവനത്തിലേക്ക് പോകുന്ന ആ ഒരു ഭാവത്തിൽ പോകുന്നത് കൊണ്ട് ഭഗവാൻ അതിയായ സന്തോഷത്തിലാണ് പോകുന്നത്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ജഗന്നാഥൻ നമുക്ക് തരും, അല്ലെ. ഭൗതികമായ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാലും ഭഗവാൻ നടത്തി തരും. കാര്യം എന്താണ്, ആ ഭൗതികമായ ആഗ്രഹത്തിൽ കൂടെ ഭഗവാൻ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ആ ഒരു ആദ്യത്തെ രഥയാത്ര കുരുക്ഷേത്രത്തിൽ നടന്നത് രഥയാത്രയായിട്ടല്ലെങ്കിലും രഥം ഇവര് പിടിച്ചു വലിച്ചു. അപ്പം ഈ വലിക്കുന്ന ആൾക്കാരെല്ലാരും എന്താണ്, ഗോപീഗോപന്മാരാണ്. നമ്മൾ ഭഗവാന്റെ രഥം വലിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഗോപീഗോപന്മാരാണ്. നമ്മളെല്ലാരും ഭഗവാനെ ഹൃദയത്തിലേക്കാണ് വലിക്കുന്നത്, അല്ലെ. ഈ രഥയാത്രയിൽ നമ്മൾ ഭഗവാനെ ഹൃദയത്തിലേക്കാണ് വലിച്ചു കയറ്റുന്നത്. എന്നിട്ട് ഭഗവാനോട് പറയണം, ആ ഹൃദയത്തിൽ നിന്ന് അവിടുന്ന് ഒരിക്കലും വിട്ടുപോകരുത് എന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്, അല്ലെ. അങ്ങനെ ആ രഥയാത്ര 9 ദിവസം നീളുന്ന രഥയാത്രയിലെ കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഓരോ ദിവസവും ഉള്ള രഥയാത്രയുടെ അത് ഞാൻ വേഗം നിന്ന് പറഞ്ഞു പോകാം. ഈ നോട്ടൊക്കെ എഴുതേണ്ടവർക്ക് അത് വേഗം നിന്ന് നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രഭു റെക്കോർഡ് ചെയ്യുന്നില്ലേ പ്രഭു? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുഴപ്പമില്ല, എഴുതിക്കോളാം. അപ്പോൾ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു ഈ രഥയാത്രയ്ക്ക് ഒരുപാട് നൃത്തം ചെയ്യാറുണ്ടല്ലേ. ആ ഒരു പ്രത്യേക ഒരു ഭാവത്തിലാണ് രഥയാത്രയുടെ മുൻപിൽ ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്തിരുന്നത്, അല്ലെ. അപ്പം അപ്പൊ നമുക്ക് ശ്രീമന്ദിരം ദ്വാരകയായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ദ്വാരകയിൽ ഭഗവാൻ ഐശ്വര്യ രൂപത്തിലിരിക്കുന്നു. ജഗന്നാഥപുരി ക്ഷേത്രം ദ്വാരകയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഗുണ്ടിജ ടെമ്പിൾ ആണ് വൃന്ദാവനമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ കുരുക്ഷേത്രത്തിൽ നിന്ന് കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള രാധാറാണിയുടെ ആഗ്രഹത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ രഥയാത്ര നമ്മൾ കാണുന്നത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ രഥയാത്രയുടെ
ഓരോ ദിവസവും ആ, എന്തൊക്കെയാണെന്നാണ് കണക്കാക്കുന്നത്. അപ്പൊ അക്ഷയ തൃതീയ ദിവസം തൊട്ടാണ് ഈ രഥനിർമ്മാണത്തിന്റെ ഓരോ വർഷവും പുതിയ തടികളിലാണ് ഈ രഥം നിർമ്മിക്കുന്നത് അല്ലെ. പഴയ രഥം പിന്നീട് ഉപയോഗിക്കാറില്ല. അക്ഷയ തൃതീയയുടെ ദിവസമാണ് എന്താണ് 2 മാസം മുൻപ് അക്ഷയ തൃതീയ ദിവസം രഥങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്നു. പ്രത്യേക വനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മരങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ വർഷവും പുതിയ രഥങ്ങൾ ആണ് നിർമ്മിക്കുന്നത്. പഴയ രഥങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ അതെന്താണ്, ശരീരം നിശ്ചലമാണെങ്കിലും ഭഗവാന്റെ സേവനം നിത്യമാണെന്നാണ് ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്ത സ്നാന പൗർണമി എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠ പൗർണമി ദിവസം ജഗന്നാഥൻ, ബലദേവൻ, സുഭദ്ര, സുദർശൻ ചക്രം ഇവരെ 108 കലശം വെള്ളത്തിൽ അഭിഷേകം ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ ചടങ്ങ്. ആദ്യ ക്ഷത്രിതിയുടെ അന്ന് രഥയാത്രയ്ക്കുള്ള രഥം നിർമ്മിക്കുന്നു. രണ്ടാമത് സ്നാന പൗർണമിയുടെ അന്ന് എന്താണ്, ഇവരെ 108 കലശം വെള്ളത്തിൽ അഭിഷേകം ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ചടങ്ങാണ് അനവസര എന്ന് പറയുന്നത്. ഈ അഭിഷേകത്തിന് ശേഷം ഭഗവാൻ ഇവർക്കൊക്കെ പനി പിടിക്കുന്നു. അങ്ങനെ പൊതുദർശനം ഉണ്ടാകത്തില്ല. ഈ സമയത്താണ് മരുന്ന് കഞ്ഞിയും അതുപോലെയുള്ള ഔഷധക്കൂട്ടുകളാണ് ഭഗവാന് നിവേദ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഭഗവാന് ദർശനം കിട്ടാതെ 15 ദിവസം ഇവർ അളയർനാഥ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഭഗവാന് ദർശനം എടുക്കുന്നത്. പിന്നെ അടുത്തത് നവയൗവന ദർശനം എന്ന് പറയുന്ന 4ാമത്തെ ചടങ്ങാണ്. നവയൗവന ദർശനം. അപ്പൊ ആ നവയൗവന ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പുതിയ വേഷത്തിൽ, അതായത് അനവസരം എന്ന് പറയുന്ന ആ ഒരു സമയം, ഭഗവാൻ ദർശനം കൊടുക്കാതെ 15 ദിവസത്തിന് ശേഷം പിന്നീട് ദർശനം കൊടുക്കുന്ന നവയൗവന ദർശനത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കുന്നു. പിന്നെ അടുത്തത് രഥയാത്ര ദിനത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ എന്താണ്, പഹണ്ഡി വിജയ് എന്ന് പറഞ്ഞ ആ ഒരു ചടങ്ങാണ്. അതായത് ഭഗവാനെ ക്ഷേത്രത്തിൽ നിന്ന് രഥത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങിനെയാണ് പഹണ്ഡി വിജയ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ പഹണ്ഡി വിജയ്? നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് യൂട്യൂബില്? ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്താണ് ചെയ്യുന്നത്? ബലം പിടിക്കുന്നു അല്ലെ. ഭഗവാൻ അവിടെ എന്ത് ചെയ്യുന്നു? ഈ പണ്ടാസ് എല്ലാവരും കൂടി ഭഗവാനെ ശ്രീമന്ദിരത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ നേരത്തെ ഭഗവാന്റെ ആ വിഗ്രഹത്തിന്റെ ബലം ഭഗവാൻ കൂട്ടുന്നു. അനങ്ങയില എന്ന് വരുമ്പോ എന്ത് ചെയ്യുന്നു? ഈ ഭക്തന്മാരെല്ലാരും കൂടി എന്ത് ചെയ്യുന്നു? ഭഗവാനെ തള്ളി ഉന്തി തള്ളി എന്താണ് കാലുകൊണ്ടൊക്കെ തൊഴിച്ചാണ് തള്ളി വിടുന്നത് അല്ലെ. അവിടെ മടി പിടിച്ചിരിക്കുന്ന ആ ഒരു രൂപത്തിൽ. കാര്യം എന്താണ്? ആ ഒരു ഭക്തന്മാരുടെ ആ ഒരു എന്താണ്, ചീത്തയൊക്കെ വിളിച്ചാലേ ഭഗവാൻ പോവുള്ളൂ അല്ലേ. ആ അത്രയും ഒരു എന്താണ്, ഭക്തജനങ്ങൾക്കൊക്കെ ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സർവ്വജനങ്ങൾക്കും സർവ്വ പ്രപഞ്ചത്തിനും ദർശനം കൊടുക്കാനാണ് ഭഗവാൻ ജഗന്നാഥൻ പുറത്തേക്ക് വരുന്നത്. കാര്യം ശ്രീമന്ദിരത്തിൽ എല്ലാ ജാതിക്കാർക്കും മതക്കാർക്കും ഒന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് പണ്ട് തൊട്ടേ ഈ കർശനമായിട്ട് കാര്യം, മറ്റുള്ള മതക്കാര് അന്യ സാധനങ്ങളും ഭോഗങ്ങളും ഒക്കെ കൊണ്ട് കയറുന്നു. ഭഗവാനെ സ്പർശിക്കാമായിരുന്നു നേരത്തെ. അപ്പൊ അതൊക്കെ പിന്നീട് വിലക്കി. കാര്യം അവരൊക്കെ മറ്റുള്ള ഈ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടും അങ്ങനെയൊക്കെ കയറി അത് അശുദ്ധമായതുകൊണ്ടാണ് ഈ ചടങ്ങുകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഈ പഹണ്ഡി സമയത്ത് എല്ലാവരും സേവകരെല്ലാവരും കൂടി നൃത്തം ചെയ്യുന്നു, കീർത്തനം പാടുന്നു, ആട്ടത്തോടെ ഭഗവാനെ രഥത്തിലേക്ക് ആനയിക്കുന്നു. അപ്പൊ 3 രഥങ്ങളുണ്ട്. നിങ്ങൾ അത് എഴുതിയിട്ടു. ഭഗവാൻ ജഗന്നാഥന്റെ രഥത്തിന് പറയുന്നതാണ് നന്ദിഘോഷം. ജഗന്നാഥന്റെ രഥത്തിന് പറയുന്ന പേരാണ് നന്ദിഘോഷം. അതിന് എത്ര ചക്രങ്ങളുണ്ട്? അതിന് 16 ചക്രങ്ങളുണ്ട്. പിന്നെ അതിന് ആഭരണങ്ങൾ എന്തൊക്കെയാണ്? മഞ്ഞയും ചുവപ്പും നിറമുള്ള ആഭരണങ്ങളാണ് അതിന് കാണാനുള്ളത്. മഞ്ഞയും ചുവപ്പും നിറമുള്ള ആവരണവും. പിന്നെ ഗരുഡധ്വജമുണ്ട്. കൊടി എന്താണ്? ഗരുഡധ്വജമാണ് കൊടിയായിട്ട് വെച്ചിരിക്കുന്നത്. എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ രഥം ബലഭദ്രന്റെ താലധ്വജം എന്നാണ് പേര്. താലധ്വജം. 14 ചക്രങ്ങൾ, പച്ചയും ചുവപ്പും കലർന്ന നിറമാണ് അലങ്കാരം. പച്ചയും ചുവപ്പും. അടുത്തത് മൂന്നാമത്തത് സുഭദ്രമയ്യയുടെ രഥമാണ്. ദർപ്പദലനം അല്ലെങ്കിൽ ദേവദലനം എന്ന് 2 രീതിയിലും പറയാറുണ്ട്. ദർപ്പദലനം അല്ലെങ്കിൽ ദേവദലനം. അതിന് 12 ചക്രങ്ങളുണ്ട്. പിന്നെ കറുപ്പും ചുവപ്പും നിറങ്ങളും ഉണ്ട്. കറുപ്പും ചുവപ്പും നിറങ്ങളും.
അപ്പൊ അതുപോലെ ഈ ഓരോ രഥത്തിനും എന്താണ് സ്വന്തം സാരഥി ഉണ്ടാവും, സ്വന്തം കുതിരകൾ ഉണ്ടാകും, സ്വന്തം ധ്വജം ഉണ്ടാകും, സ്വന്തം രക്ഷാദേവതകളും ഉണ്ട് ഈ ഓരോ രഥത്തിനും. പിന്നെ അടുത്തത് 7ാമത്തെ ചടങ്ങാണ് ചേറ പഹറ എന്ന് പറയും. ഇതൊക്കെ ഈ ഒറീസ ലാംഗ്വേജ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേര് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകാത്തത്. ചേറ പഹറ അതായത് പുരിയിലെ ഗജപതി മഹാരാജാവ്. അപ്പൊ ഈ രാജാവ് ഇപ്പോഴും ഉണ്ട്, രാജാവിന്റെ പ്രതിനിധികൾ അവിടെ അല്ലെ, ആ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്റെ പ്രതിനിധികൾ. അപ്പൊ അദ്ദേഹം എന്താണ്, ആ രാജാവിന്റെ പ്രതിനിധി എന്താണ്, ഗജപതി മഹാരാജാവ് എന്നാണ് പറയുന്നത്. സ്വർണ്ണ ചൂല് കൊണ്ട് രഥം വൃത്തിയാക്കുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ചേറ പഹറ. അതിന്റെ അർത്ഥം എന്താണ്, ഭഗവാന്റെ മുൻപിൽ രാജാവും എന്താണ് സാധാരണ ഒരു സേവകനാണ്. അപ്പൊ ഈ ചടങ്ങ് വിനയത്തിന്റെ ഉന്നത മാതൃകയാണ് അല്ലെ. സ്വർണം പോലും എന്താണ് ആ രഥം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് 8ാമത്തെ ചടങ്ങ് രഥം വലിക്കലാണ്. ലക്ഷക്കണക്കിന് ഭക്തർ ചേർന്ന് രഥം വലിക്കുന്നു അല്ലെ. അപ്പൊ ഗൗഡീയ വൈഷ്ണവ ആചാര്യന്മാർ പറയുന്നത് ഇത് കയർ കൊണ്ട് രഥം വലിക്കൽ മാത്രമല്ല, ഭക്തരുടെ പ്രേമമാണ് കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് ആകർഷിക്കുന്നത്. അടുത്ത 9ാമത്തെ ചടങ്ങ് ഗുണ്ടിജ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമാണ്. അപ്പൊ ഗുണ്ടിജ ക്ഷേത്രത്തിൽ ഭഗവാൻ എന്റെ രഥം എത്തുന്നു. 9 ദിവസം ഗുണ്ടിജ ക്ഷേത്രത്തിൽ താമസിക്കുന്നു. അപ്പം ശ്രീമന്ദിരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ്വാരക, ഗുണ്ടിജ ക്ഷേത്രം വൃന്ദാവനം. അപ്പൊ ഗുണ്ടിജയിലുള്ള പ്രധാന ചടങ്ങുകളാണ് ഇനി പറയുന്നത്. എന്താ അടുത്ത് ഹൊറ പഞ്ചമി എന്ന് പറയും. ഹെറ പഞ്ചമി. അപ്പൊ 5ാം ദിവസം ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ജഗന്നാഥനെ തിരികെ വരാനായിട്ട് ഓർമ്മിക്കുന്നു. കാര്യം വൃന്ദാവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാൻ തിരിച്ചു വരുമോ? അതുകൊണ്ട് ലക്ഷ്മി ദേവി എന്ത് ചെയ്യുന്നു, ഭഗവാൻ 5ാം ദിവസം 9 ദിവസം അവിടെ തങ്ങുന്നുണ്ട്. അപ്പൊ 5ാം ദിവസം ലക്ഷ്മി ദേവി ജഗന്നാഥനെ തിരികെ ശ്രീമന്ദിരത്തിലേക്ക്, ശ്രീമന്ദിരം എന്നാണ് പറയുന്നത്, ലക്ഷ്മി ദേവിയുടെ മന്ദിരമാണതല്ലേ, അതുകൊണ്ടാണ് ശ്രീമന്ദിരം എന്ന് പറയുന്നത്. തിരികെ വരാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന ചടങ്ങാണ് ഹെറ പഞ്ചമി. അത് വളരെ രസകരമായിട്ടുള്ള ഒരു ലീലാചരണമാണിത്. അപ്പം ആ സന്ധ്യാദർശനങ്ങളിൽ പ്രത്യേക ഭോഗങ്ങളൊക്കെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. പുഷ്പാലങ്കാരങ്ങൾ, കാര്യം ലക്ഷ്മി ദേവിയാണ് വരുന്നത്. സംഗീത സേവ, നൃത്തസേവ, കീർത്തന എന്നിവ ആ ദിവസങ്ങളിൽ നടക്കുന്നു. ഇനി അടുത്ത് മടക്കയാത്രയാണ്. അപ്പൊ ബഹുദ യാത്ര എന്ന് പറയുന്നത് മടക്കയാത്രയ്ക്ക് ബഹുദ യാത്ര. 9 ദിവസത്തിന് ശേഷം ജഗന്നാഥൻ വീണ്ടും ശ്രീമന്ദിരത്തിലേക്ക് മടങ്ങുന്നു. അടുത്തത് 11ാമത്തത് സുനാവേഷം എന്ന് പറയുന്നു. മടക്കയാത്രയ്ക്ക് ശേഷം ഭഗവാൻ സ്വർണ്ണാഭരണങ്ങളാൽ അലങ്കരിക്കുന്നു. ഇത് വർഷത്തിലെ ഏറ്റവും മനോഹരമായ അലങ്കാരങ്ങളിൽ ഒന്നാണ് ഇത്, സുനാവേഷം എന്ന് പറയുന്നു. ഇനി അടുത്തത് 12ാമത്തേത് അധരപാന. വലിയ മൺകലങ്ങളിൽ തയ്യാറാക്കിയ വിശേഷ പാനീയം ഭഗവാന് സമർപ്പിക്കുന്നു. പിന്നീട് ആ കലങ്ങൾ പൊട്ടിക്കുന്നു. പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് രഥങ്ങളോടൊപ്പമുള്ള ദിവ്യ പരിവാരങ്ങൾ ഈ സമർപ്പണം സ്വീകരിക്കുന്നതിന്റെ പ്രതീകമാണ്. അധരപാന 12ാമത്തെ ചടങ്ങാണ് അധരപാന. അതായത് മൺകലങ്ങളിൽ തയ്യാറാക്കിയ വിശേഷ പാനീയം ഭഗവാന് സമർപ്പിക്കുന്നു. അടുത്ത 13ാമത്തത് നീലാദ്രി വിജയ് എന്ന് പറയുന്നു. നീലാദ്രി വിജയ്. ജഗന്നാഥൻ ശ്രീമന്ദിരത്തിലേക്ക് തിരിച്ചെത്തുന്നു. ലക്ഷ്മി ദേവി ആദ്യം വാതിൽ തുറക്കാതെ പിണങ്ങി നിൽക്കുന്നു അല്ലേ. ഇത്രയും അവിടെ വൃന്ദാവനത്തിൽ പോയിട്ട് വരുമ്പോൾ ലക്ഷ്മി ദേവിക്ക് അത്ര പിടിക്കുവോ? ഇല്ല അല്ലേ. അപ്പൊ ശേഷം ജഗന്നാഥൻ അവർക്ക് രസഗുള സമർപ്പിക്കുന്നു ലക്ഷ്മി ദേവിക്ക്. അതിനുശേഷമാണ് ഭഗവാനെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ ലക്ഷ്മി ദേവിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഭഗവാൻ രസഗുള സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഇതാണ് ആ ഉത്സവത്തിന്റെ സമാപന ചടങ്ങ്. അപ്പം ഈ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ രഥയാത്രയുടെ ഗൂഢാർത്ഥം ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീ രൂപ ഗോസ്വാമിയും വിവരിക്കുന്നത് ജഗന്നാഥൻ കുരുക്ഷേത്രത്തിലെ കൃഷ്ണനാണ്. ഗുണ്ടിജ വൃന്ദാവനം, രഥം വലിക്കുന്ന ഭക്തർ രാധാറാണിയുടെയും വ്രജവാസികളുടെയും പ്രേമത്തിന്റെ പ്രതീകവും, രഥയാത്ര കൃഷ്ണനെ വീണ്ടും വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള ആന്തരിക ആഗ്രഹത്തിന്റെ പ്രകടനവുമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് മഹാപ്രഭു രഥയാത്രയിൽ നൃത്തം ചെയ്യുമ്പോൾ പുറമേ എല്ലാവരും രഥം കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കുരുക്ഷേത്രത്തിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് കൃഷ്ണനെ ക്ഷണിക്കുന്ന ശ്രീമതി രാധാറാണിയുടെ വിരഹഭാവം അനുഭവിക്കും. ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ ആ ഒരു രാധാറാണിയുടെ ഉള്ള വിരഹഭാവത്തിലാണ് അദ്ദേഹം ആ വിപ്രലംബ ഭാവത്തില് നൃത്തം ചെയ്യുന്ന രഥത്തിന്റെ മുമ്പിൽ നിന്ന്. അപ്പോൾ 9 ദിവസത്തെ സംക്ഷിപ്ത ക്രമം ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ
ആ ഒരു സമ്മറി പോലെ അക്ഷയ തൃതീയ ദിവസം രഥനിർമ്മാണം മുഴുവൻ എഴുതാൻ പറ്റാത്തവർക്ക് ഒരു സമ്മറി പോലെ അറിയാം. സ്നാന പൗർണമി 108 കലശാഭിഷേകം. അനവസര പുതുദർശനം ഇല്ല. നവയൗവന ദർശനം, പുതുശൃംഗാര ദർശനം. പിന്നെ രഥയാത്രയുടെ അന്നുള്ള ചടങ്ങുകൾ പഹണ്ടി, ചേറാപഹ്റ, രഥം വലിക്കൽ. പിന്നെ ഹെറ പഞ്ചമിയുടെ അന്ന് ലക്ഷ്മി ദേവിയുടെ ലീല. പിന്നെ ഗുണ്ടിജാവാസം 9 ദിവസത്തെ സേവകൾ. പിന്നെ ബഹുദ എന്ന് പറയുന്ന മടക്കയാത്ര. പിന്നെ സുനാവേശം, അധരപാന, നീലാദ്രി വിജയ്, അത് ഉത്സവ സമാപനത്തിന്റെ ദിവസങ്ങളാണ്. അപ്പം ഇത് വെറും ചരിത്ര സംഭവങ്ങളല്ല. ശ്രീല കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമിയും ശ്രീല ഭക്തിവിനോദ് ഠാക്കൂറും ഒക്കെ ഈ രാധാറാണിയുടെ മഹാഭാവത്തിന്റെ പരമപ്രകാരം എന്നാണ് ഈ ചടങ്ങുകളെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രഥയാത്രയോടനുബന്ധിച്ചിട്ട് ഒരുപാട് ലീലകൾ നടന്നു. അതൊക്കെ എടുക്കാനായിട്ട് നമുക്കിന്ന് സമയം അനുവദിക്കുന്നില്ല. നമുക്ക് ഭഗവാൻ അതിൻ്റെ ഒരുപാട് ലീലകൾ, ഭക്തരോടുള്ള ലീലകളൊക്കെ ഉണ്ട്. ജഗന്നാഥ് അത് 2-3 ക്ലാസ്സിൽ എടുത്താൽ തീരുന്നില്ല, അതുപോലെ ലീലകളുണ്ട്. നമുക്ക് രാമായണം മാസം തുടങ്ങുന്നതായതുകൊണ്ട് രാമായണ മാസത്തെ പറ്റി 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കറിയാം ഇത് കർക്കിടക മാസം 1-ാം തീയതിയാണെന്നല്ലേ? കേൾക്കുന്നുണ്ടായിരുന്നു. പലരും ക്ലാസ്സിലുള്ളവരൊക്കെ തന്നെ അപ്രത്യക്ഷമായല്ലോ അല്ലേ? നിങ്ങൾക്ക് ബോറടിച്ചാവോ എന്താന്ന് എനിക്കറിയില്ല. ചാർജ് ഇല്ലാത്തോണ്ട് ചാർജ് കുത്തിവെച്ചു. ഞാൻ ഒരുപാട് നീട്ടി പറഞ്ഞുകൊണ്ടാണോ മനസ്സിലാകാഞ്ഞുകൊണ്ടാണോ ഒരുപാട് പേര് ക്ലാസ്സിന് പുറത്തായി? 8 പേരെ ഉൾപ്പെടെ ആരൊക്കെ ഉണ്ടായിരുന്നു? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടല്ല. കൊറേ ഇപ്പോഴാണ് അറിയണത് പ്രഭു. എന്താ? കൊറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയണത്. ഞങ്ങള് രഥയാത്രക്ക് പോകും, രഥത്തിലേക്കും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ടെങ്കിലും പ്രഭു ആണ് ഇപ്പൊ വ്യക്തമാക്കി കൊറേ കാര്യങ്ങൾ തന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, താങ്ക് യു. പ്രഭു ഇപ്പോഴും പറയുന്നത് ഭഗവാന്റെ ഹൃദയം അവിടെ ഉണ്ട്, ഹൃദയം ഇടിക്കുന്നുണ്ടെന്നാണല്ലോ പറയുന്നത് പ്രഭു. അങ്ങനെയാ അങ്ങനെ പറയുന്നത്. പറയുന്നുണ്ട്. ഈ ഹൃദയം അങ്ങനെ ആ പറയുന്നുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങനെ പറയുന്നുണ്ട്. അത് ഇതെടുത്ത് ഈ നവകളേബരം ഇങ്ങനെ വെച്ചിട്ട് മറ്റേത് എടുക്കുമ്പം ഇത് കണ്ണ് കെട്ടിക്കൊണ്ട് അത് എടുത്ത് മറ്റേതിലോട്ട് വെക്കുവാണ്, പുതിയതിലോട്ട് വെക്കുക. അപ്പൊ ഇങ്ങനെ ഇടിക്കുമെന്ന്. ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അത്ഭുതങ്ങൾ പറഞ്ഞതിൽ ഒരു അത്ഭുതം വിട്ടുപോയി. മാതാജി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ മഹാത്ഭുതങ്ങളിൽ ഒന്ന് വിട്ടുപോയതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തടി, നമുക്കറിയാം ശിലകളുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ കേരളത്തിലൊക്കെ അല്ലേ. ആ ശിലാവിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആജീവനാന്ത കാലമാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് എന്താണ്, ഈ അഷ്ടബന്ധം വെച്ചിട്ടാണ് അത് ഉറപ്പിക്കുന്നത് പീഠത്തിൽ. ഈ അഷ്ടബന്ധത്തിന് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അഷ്ടബന്ധത്തിന് എന്താണ്, കൃമികീടങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെള്ളമെല്ലാം ഇറങ്ങി അവിടെയൊക്കെ ഉണ്ടായി വരുമ്പോൾ അഷ്ടബന്ധത്തിന് ഇളക്കം സംഭവിച്ച് അവിടെ പുഴുക്കളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇത് പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടി വരും. ഈ അഷ്ടബന്ധം എല്ലാം മാറ്റി പുനഃപ്രതിഷ്ഠ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു വലിയ ചടങ്ങൊക്കെ അഷ്ടബന്ധ കലശം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടുകളിലൊക്കെ വലിയ ബോർഡൊക്കെ വെച്ചിട്ട് ഉണ്ടാവില്ല പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളൊക്കെ. ഇതുപോലെ തടിയുള്ള വിഗ്രഹം ആയതുകൊണ്ട് ഇതിന്റെ ആയുസ് 12 മുതൽ 18 വർഷങ്ങളിലായിട്ടാണ് വരുന്നത്. ഇതുവരെ 18 വർഷത്തിൽ കൂടിയിട്ടില്ല. 12 വർഷം തൊട്ട് 18 വർഷത്തിനുള്ളിൽ ഇടയ്ക്കാകാം ഇതിന്റെ ആയുസ് ഉണ്ടാകുന്നത് ഈ തടി വിഗ്രഹത്തിന്റെ. അപ്പം ഈ 12ാമത്തെ വർഷം കഴിയുമ്പോൾ തൊട്ട് അവിടുത്തെ മെയിൻ പൂജാരിയുടെ ഹൃദയത്തിൽ വന്ന് ഭഗവാൻ സ്വപ്ന ദർശനത്തിൽ പറയുന്നു, എന്താണ്, എൻ്റെ വിഗ്രഹം മാറ്റാറായി. ആ പൂജാരിയുടെ ഹൃദയത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, ഇന്ന ഒരു സ്ഥലത്ത് അതിന് പറ്റിയ 3 വൃക്ഷങ്ങൾ നിൽപ്പുണ്ട് എന്ന് പറയുന്നു. ആ വൃക്ഷങ്ങളിൽ എന്താണ്, ഒരു മനുഷ്യനോ ഒരു ജീവിയോ ഒരു പക്ഷിയോ ഒന്നും സ്പർശിക്കാത്ത 3 വൃക്ഷങ്ങളായിരിക്കുമോ. അപ്പൊ ഈ പൂജാരി തെളിയിക്കുന്ന വഴിയെ കൂടെ എല്ലാവരും പോയി വലിയ ഘോഷയാത്രയായിട്ട് പോയിട്ട് ആ വനത്തിലോ എവിടെയാണെന്ന് ഒരു പ്രാവശ്യം ഒറീസ വിട്ടിട്ട് ആന്ധ്രാപ്രദേശ് വരെ വന്നിട്ട് ഒരു പ്രാവശ്യം മാത്രം
അത്രയും കിലോമീറ്ററുകൾ ദൂരം നടന്നിട്ടാണ് ഈ വൃക്ഷം കണ്ടുപിടിക്കുന്നത്, ഒരു പ്രാവശ്യം മാത്രം. അപ്പോൾ ഈ വൃക്ഷങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ശംഖുചക്ര ഗദാപത്മ രൂപങ്ങളിലെ ഏതെങ്കിലുമൊക്കെ അടയാളങ്ങൾ ഈ വൃക്ഷത്തിൽ കാണും. അതെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. ജഗന്നാഥന്റെ ആകുമ്പോഴത്തേനും അതിൻ്റെ അത് ചക്രമായിരിക്കും, ബലദേവന്റെ ആകുമ്പോൾ കലപ്പയുടെ അടയാളമായിരിക്കും, സുഭദ്രമായുടെ ആകുമ്പോൾ വേറെ എന്തോ, അങ്ങനെ ഒന്ന് രണ്ട് അടയാളങ്ങളുണ്ട് ഇവരുടെ ആർക്ക് വേണ്ടിയിട്ടുള്ള തടിയാണെന്ന് അറിയാൻ. സുഭദ്രമായ്ക്ക് ആകുമ്പോൾ മഞ്ഞ കളർ ഉണ്ടാവും, ബലരാമനാകുമ്പോൾ എന്തോ വെളുപ്പ് കളറുണ്ട്, ഭഗവാനാകുമ്പോൾ കറുത്ത കളറിൽ ഒരു അടയാളം കാണും. അങ്ങനെ 3 പേർക്കുള്ള കൃഷ്ണൻ നിലം വീഴാതെ അത് മുറിച്ചെടുക്കുന്നു. അങ്ങനെ അതുമായിട്ടുള്ള ഘോഷയാത്രയാണ് തടി. എന്നിട്ട് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ഈ നവകളയപരത്തിന്റെ കൊത്തുപണി നടക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് വ്രതമൊക്കെ എടുത്തിട്ടുള്ള ആശാരിമാര് വന്നിട്ട് ഈ വിഗ്രഹം ഇതേ രീതിയിൽ കൊത്തി ഉണ്ടാക്കും. അപ്പൊ എന്നിട്ട് പിന്നെ ചടങ്ങ് എന്താണ്? ചടങ്ങിന് പറയുന്നത് ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആ ഒരു ചടങ്ങാണ് അല്ലേ. അപ്പം പഴയ വിഗ്രഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രാണനെ എടുത്തിട്ട് പുതിയ വിഗ്രഹത്തിലേക്ക് മാറ്റുന്ന ചടങ്ങാണ്. അതിനൊരു പേരുണ്ട്, എനിക്ക് അതിന് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ആ ഒരു വിഗ്രഹം മാറ്റുന്ന ചടങ്ങ് നടക്കുകയാണ്. അപ്പം മെയിൻ പൂജാരി എന്ത് ചെയ്യുന്നു? കണ്ണെല്ലാം കെട്ടി വന്ന് പുതിയ പൂജാരിക്ക് എന്ത് ചെയ്യുന്നു? വിഗ്രഹം മാറുമ്പോൾ പൂജാരിയും മാറും. എല്ലാ 12 തൊട്ട് 18 വർഷങ്ങളിലും പൂജാരിയും മാറുന്നു, വിഗ്രഹവും മാറുന്നു. അപ്പൊ പഴയ പൂജാരി പുതിയ പൂജാരിക്ക് പൂജാവിധാനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കണ്ണെല്ലാം കെട്ടിയിട്ട് വളരെ രഹസ്യമായിട്ടാണ് ഈ മിടിക്കുന്ന ഹൃദയം എടുത്തിട്ട് പഴയ വിഗ്രഹത്തിൽ നിന്ന് എടുത്തിട്ട് പുതിയ വിഗ്രഹത്തിലേക്ക് മാറ്റി. മിടിക്കുന്ന ഹൃദയം അത് ദ്വാപര യുഗത്തിൽ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ ഒരു വേടനാണ് ഒരു പേടകത്തില് ഈ പറയുന്ന ഭഗവാന്റെ ഹൃദയം എടുത്ത് വെച്ച് ഒഴുക്കി വിട്ടത് ആ ജഗന്നാഥപുരിയിലെ സമുദ്രത്തിൽ വന്ന് അടിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ചിലർ അങ്ങനെ അല്ല എന്നും പറയുന്നുണ്ട്. എങ്ങനെയായാലും മിടിക്കുന്ന ഹൃദയമാണ്. അതുകൊണ്ടാണ് ഈ വിദ്യ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ജീവിച്ചിരിക്കത്തില്ല, അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. പുതിയ പൂജാരിക്ക് പറഞ്ഞു കൊടുത്ത പഴയ പൂജാരി ഉടനെ വൈകുണ്ഠപ്രാപ്തി പ്രാപിച്ചു കഴിഞ്ഞു. പിന്നീട് ഇത് ആർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് അദ്ദേഹം ഉണ്ടാവില്ല, അല്ലേ? അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു പൂജാരിയുടെ ആയുസ് അത്രയേ ഉള്ളൂ. ഇത് ഈ അടുത്ത പൂജാരിക്ക് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പൂജാരി മരിച്ചു പോകുന്നു. മരിച്ചു പോകാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, മോക്ഷപ്രാപ്തിയാണ്. അപ്പൊ അങ്ങനെ പുതിയ വിഗ്രഹത്തിലാണ് പിന്നീട് ഭഗവാൻ. എന്നിട്ട് പഴയ അതെന്താണ്, ഈ നമ്മൾ മനുഷ്യരെയൊക്കെ അടക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുന്നു? പഴയ വിഗ്രഹത്തെ അവിടെ അടക്കം ചെയ്യും. ഞങ്ങള് പുരിയിൽ ചെന്ന സമയത്ത് ഈ പഴയ വിഗ്രഹത്തെ അടക്കം ചെയ്ത് അതിന് മേളിൽ റീത്തൊക്കെ ഇട്ടിരിക്കുന്ന പോലെ പുഷ്പങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന ആ സ്ഥലം കണ്ടു, സമാധി സ്ഥലം, ഈ വിഗ്രഹങ്ങൾ അടക്കുന്ന സ്ഥലം, പഴയ വിഗ്രഹങ്ങൾ. അപ്പൊ അവിടെ പോയി ദർശനമൊക്കെ എടുത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ലോകത്തെങ്ങും കാണാത്ത ചടങ്ങുകളാണ് ഇവിടെ കാണുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാമായണ മാസം കർക്കിടക മാസം 1-ാം തീയതിയാണ്. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പരിക്രമത്തിന് 2023 പോയപ്പോൾ കർക്കിടക മാസത്തിലായിരുന്നു. നമ്മള് നാലമ്പലങ്ങളിൽ പോയി. എത്ര പേർക്ക് ഓർമ്മ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ കൂടെ പോകുന്നവരിൽ ആരൊക്കെ ഇവിടെ ഉണ്ട്? മലിയ മാതാജി ഇതുവരെ വന്നിട്ടില്ല. അംബിക മാതാജി ഉണ്ടായിരുന്നു, ഉഷാമണി മാതാജി ഉണ്ടായിരുന്നു ഈ കൂടെ ഇരിക്കുന്നവരിൽ. പിന്നെ ആരോ ശാന്തകുമാരി മാതാജി ഉണ്ടോ, അത് പോയോ? എന്താ പറഞ്ഞത്? 2023 കർക്കിടക മാസത്തിലായിരുന്നു നമ്മള് പരിക്രമം നടത്തിയത്, രഥയാത്രയ്ക്ക് ആദ്യത്തെ രഥയാത്ര നടത്തിയത്. അതെ അതെ അതെ. അന്ന് എന്നോട് നാലമ്പലങ്ങൾ അവിടുത്തെ അമ്പലത്തിൽ പോയിരുന്ന് രാമായണം വായിച്ചതൊക്കെ. ഈ നാലമ്പലങ്ങളിൽ പോയി നമ്മൾ രാമായണമൊക്കെ വായിച്ചായിരുന്നു. ഭരതന്റെയും രാമപുരത്ത് ഭഗവാന്റെ സഹോദരന്മാരെല്ലാരും കൂടെ ഉള്ള സ്ഥലമുണ്ടല്ലോ, അമ്മനകര, മേതിരി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. 4 സഹോദരന്മാരും എല്ലാവരും കൂടി ഈ പാലായിക്ക് അടുത്തുള്ള 4 ക്ഷേത്രങ്ങളിലാണ് നമ്മൾ പോയത്. അപ്പൊ അങ്ങനെ ആ ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാമായണ മാസം നമ്മൾ ആചരിക്കുന്നത് കാര്യം ശ്രീരാമന്റെ ആ ഒരു ജന്മസമയമൊന്നും അല്ല ഈ പറയുന്ന രാമായണ മാസം. കേരളത്തില് രാമായണം ഒരു പഞ്ഞമാസമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഈ മഴയും അങ്ങനെയൊക്കെയുള്ള ശ്രീരാമന്റെ ഏതാണ്? രാമനവമി. രാമനവമി ലോകം മുഴുവൻ ആഘോഷിക്കുന്നത് വേറെ സമയത്താണ്.
കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു രാമായണ മാസം. അത് ആ രാമായണ മാസം കൊണ്ടുവന്ന ആൾക്കാരുടെ ഉദ്ദേശം എന്താണ്? ഈ പഞ്ഞമാസത്തിൽ ആരും പണിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുകയാണ് അല്ലെ, മഴ കാരണം പുറത്തിറങ്ങാനായിട്ട് സാധിക്കത്തില്ല. അവരങ്ങനെയെങ്കിലും രാമനാമം ജപിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ രാമായണ മാസം ഉണ്ടാക്കിയത്. അതായത് ഇത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് രാമായണ മാസം എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയെങ്കിലും ആൾക്കാര് രാമനാമം ജപിക്കട്ടെ എന്ന് വിചാരിച്ച് അത്ര നമ്മളോടൊക്കെ സഹിഷ്ണുതയുള്ള ആൾക്കാരാണ് ഈ രാമായണ മാസം വിഭാവനം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ രാമന്റെ ജന്മമൊക്കെ രാമനവമി. ഇതിന്റെ ഇടയ്ക്ക് ആരോ സംസാരിക്കുന്നു. നിങ്ങളുടെ സംശയം ഉണ്ട് എഴുതി വെച്ചിട്ട് അവസാനം പറയൂ. എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് പറയുന്നു. ഞാൻ ഒന്നാമത് ചെവിയിൽ വെച്ചിരിക്കുകയാണ്, എന്റെ ചെവി ഇങ്ങനെ ഇത് ചെയ്യുന്നു. അപ്പൊ ഒന്നുകൂടെ കൂടി ഞാൻ പറയാം. അപ്പം നമുക്കറിയാം വാൽമീകി മഹർഷിയാണ് ഈ പറയുന്ന രാമായണം രചിച്ചത് 24,000 ശ്ലോകങ്ങളിൽ കൂടി. നമുക്കത് നമ്മൾ മലയാളത്തിലുള്ളൊരു വായിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണമാണ്. കിളിപ്പാട്ടാണ്, കിളിയെ കൊണ്ടാണ് പാടുന്നത്. ശാരിക പൈതൽ, ശാരിക എന്ന് പറയുന്ന തത്തയെ കൊണ്ടാണ്. ഈ തത്ത ആരുടെ തത്തയാണ്? സുഗവും ശാരിക എന്ന രണ്ട് രാധാറാണിയുടെ അല്ലെങ്കിൽ വൃന്ദാദേവിയുടെ തത്തകളാണ് അല്ലെ. അതിൽ ശാരിക സുഖമാണ്. സുഖം എന്ന് പറയുന്ന തത്ത ആരാണ്? ശ്രീമദ് ഭാഗവതം രചിച്ചത്. ഇത് ശാരിക എന്ന് പറഞ്ഞ തത്തയെ കൊണ്ടാണ് ഈ രാമായണം വായിപ്പിച്ചിരിക്കുന്നത് അല്ലെ. ഞാൻ കിളിപ്പാട്ട് രൂപത്തിൽ ആണ് നമുക്കിത് തന്നിരിക്കുന്നത്. ഒരു കിളിയുടെ വായിൽ നിന്ന് വരുന്നതായിട്ട് മഹാദേവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തായിട്ടാണ് ഉപദേശിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ രാമായണത്തിലെ എന്താണ് ഏകശ്ലോകി രാമായണം. ഏകശ്ലോകി രാമായണം എത്ര പേർക്ക് അറിയാം? അറിയാമോ? അറിയത്തില്ല, എഴുതി വെച്ചു. അമല്യ മാതാജി പറയും. ഞാൻ പറയാം. ഞങ്ങൾ ഇന്നലെ കഴിച്ചത് അടുത്തത് അമല്യ മാതാജി പറയുന്നുണ്ടോ? പറയുന്നത് ഒരു മിനിറ്റ്. നസ്റിൽ മാതാജി അവിടെ എടുത്തു വെച്ചോ. പൂർവം രാമ തപോവനാനിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം രാമായണം. അപ്പം ഇത് അറിയാൻ വയ്യാത്തവരൊക്കെ ഇത് പഠിക്കുക. അപ്പം രാമായണത്തിലെ മൊത്തം കൂടി ഒരൊറ്റ ശ്ലോകത്തിലാക്കി പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഏകശ്ലോകി രാമായണം എന്ന് പറയുന്നത്. പൂർവം രാമതപോവനാനി ഗമനം, അതായത് രാമന്റെ വനയാത്ര. പിന്നെ ഈ മൃഗത്തെ പിടിക്കാനായിട്ട്, മാനിനെ പിടിക്കാനായിട്ട്. പിന്നെ വൈദേഹി ഹരണം, അതായത് സീതാഭരണം. പിന്നെ എന്താണ് സമുദ്രതരണവും അതുപോലെ തന്നെ ഈ ലങ്കാപുരി മുഴുവനും ഇതിന് ഇടയാകുന്നത്. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? എത്ര കാണ്ഡങ്ങളാണ് രാമായണത്തിലുള്ളത്? 6 കാണ്ഡങ്ങളാണല്ലേ. 6 കാണ്ഡങ്ങളിലായിട്ടാണ് നമ്മൾ ഈ രാമായണം കാണുന്നത്. അപ്പൊ രാമായണം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ഇവിടെ ഏത് പുരുഷോത്തമനായിട്ടാണ്? മര്യാദ പുരുഷോത്തമനായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ഭഗവാൻ ദ്വാപരയുഗത്തിൽ അവതരിച്ചത് ലീലാ പുരുഷോത്തമനായിട്ട്, അതുപോലെ തന്നെ കലിയുഗത്തിൽ അവതരിച്ചിരിക്കുന്നത് ഏത് പുരുഷോത്തമനായിട്ട്? പ്രേമ പുരുഷോത്തമനായിട്ട്, ചൈതന്യ മഹാപ്രഭുവായിട്ട് പ്രേമ പുരുഷോത്തമനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ മര്യാദ പുരുഷോത്തമനാണ് അല്ലേ. അതായത് ഒരു നല്ല രാജാവ് എങ്ങനെയാണ്, അതുപോലെ നല്ലൊരു ഭർത്താവ് എങ്ങനെയാണ്,
നല്ലൊരു സഹോദരൻ എങ്ങനെയാണ് കാണിക്കേണ്ടത്, നല്ലൊരു ആ, എന്താണ് ഒരു സന്യാസിയായിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെയുള്ള നല്ലൊരു യോദ്ധാവ് എങ്ങനെയായിരിക്കണം, നല്ലൊരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഭഗവാൻ ഇത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഒരു പ്രജാതൽപരനായിട്ടുള്ള ഒരു രാജാവായിട്ടായിരുന്നു അല്ലേ. സഹോദരന്മാര് ഭരതനോടും ലക്ഷ്മണനോടും ഒക്കെ ഉള്ള സ്നേഹം. കൃഷ്ണ ആരോ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ അവരോടൊക്കെയുള്ള ആ ഒരു സ്നേഹവും ഇതൊക്കെയാണ് നമ്മൾ ഇതിന് നമ്മൾ കണ്ടത്. അപ്പൊ ഒരു പ്രജാതൽപരനായിട്ടുള്ള രാജാവ് അല്ലെ, ആ പ്രജകൾ പറഞ്ഞ ചെറിയ അപവാദത്തിൽ പോലും എന്താണ് ആ പ്രാണപ്രണയിനെ ഭഗവാൻ ഉപേക്ഷിച്ചു അല്ലെ, സീതാദേവിയെ ഉപേക്ഷിച്ചു അല്ലെ. ചെറിയൊരു അപവാദം പറഞ്ഞിട്ട് ആ ഒരു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പ്രജകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു ഒരു ഭാവത്തിലായിരുന്നു ഭഗവാൻ. അതായത് പ്രജകളാണ് എല്ലാം അല്ലെ എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു ഭഗവാന്റെ. പ്രജകൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. രാജാവ് നമ്മുടെയൊക്കെ നാട്ടിലെ രാജാക്കന്മാരെന്താണ് അവരുടെ ബന്ധുക്കൾക്കും അവർക്കൊക്കെ സമ്പാദിച്ചു കൂട്ടുന്ന അല്ലാതെ പ്രജകൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഒരു ചെറിയൊരു അപവാദം പറഞ്ഞിട്ട് പോലും ഇവിടെ കൂടി ആ പ്രജാതൽപരനായിട്ടുള്ള ഭഗവാൻ സ്വന്തം പ്രിയതമയെ ഉപേക്ഷിച്ചു അല്ലെ. അങ്ങനെയായിരുന്നു ഒരു രാജാവിന്റെ ആ ഒരു ഇത് കാണിച്ചത്. അതുപോലെ തന്നെ ഒരു നല്ല മകനായിട്ട് അല്ലെ, അച്ഛൻ ഇവൻ വനത്തിൽ പോകാൻ ആജ്ഞ കൊടുത്തില്ല, അമ്മ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, കൈകേയി മാതാവ്. ഭഗവാൻ അപ്പോൾ അച്ഛന്റെ ആജ്ഞയായിട്ടത് ഏറ്റെടുത്ത് ഭഗവാൻ പോവുകയായിരുന്നു. പിന്നെ അടുത്തത് എന്താണ്, നല്ലൊരു ഭർത്താവായിട്ട്, അല്ലെങ്കിൽ സീതാദേവി ഇങ്ങനെ കൂടെ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാനിത് ഇപ്പൊ ആത്മഹത്യയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് സീതാദേവിയോട് കൂടെ വരാനായിട്ട് പറയുന്നു. അതുപോലെ ലക്ഷ്മണനോടും കൂടെ വരാൻ പറയുന്നു. നല്ല സഹോദരൻ അല്ലെ ലക്ഷ്മണൻ. ഒരു ജലപാനം പോലും ഇല്ലാതെ 14 വർഷം ഭഗവാന്റെ സേവകനായിട്ട് കൂടി. അതുപോലെ തന്നെ ഒരു മൃഗത്തിന്റെ രീതിയിലാണെങ്കിലും ഹനുമാൻ സ്വാമിയെ ആ ഒരു ദാസ്യഭാവത്തിൽ അത്രയും നല്ല സേവകനായിട്ട് ഭഗവാൻ അംഗീകരിച്ചു കൊണ്ടു കൂടെ നടത്തി. അതുപോലെ തന്നെ ഈ രാവണനൊക്കെ ഈ ആയുധങ്ങളില്ലാത്ത സമയത്ത് എന്താണ് തിരിച്ചു പോകാൻ പറഞ്ഞു ഭഗവാൻ. ആ യുദ്ധനീതി, ഒരു ക്ഷത്രിയൻ എങ്ങനെയാണ് യുദ്ധനീതി കാണിക്കേണ്ടത് കാണിച്ചു കൊടുത്തു. ഗുരുവായ വിശ്വാമിത്രനും വസിഷ്ഠനും പറയുന്നത് അതേവിടെ അനുസരിച്ചു നല്ലൊരു ശിഷ്യനായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഭരതൻ വന്ന സമയത്ത് ഭരതൻ നല്ല ഭ്രാതാവായിട്ട് ചെയ്തു, പിതാവിന് വേണ്ടിയിട്ടുള്ള അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു. ഒരു പക്ഷിയായിട്ടിരുന്ന പോലും ജടായു മരിച്ചു കഴിഞ്ഞപ്പോൾ ജടായുവിന് വേണ്ടിയിട്ട് സ്വന്തം കൈ കൊണ്ട് ഉദകക്രിയ ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീയെ ഹത്യ നടത്തി ലക്ഷ്മണൻ. ആരാണ് ശൂർപ്പണഖയുടെ നാസികാകുചങ്ങളെ ഛേദിച്ചു. അതുപോലെ തന്നെ വേറെ ആരാണ് താടകയെ വധിച്ചു. അപ്പൊ അതിന്റെ ആ ഒരു ഇത് പരിഹാരം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഇവര് അടുത്ത കൃഷ്ണാവതാരത്തില് എന്ത് ചെയ്തു, അവര് കുബ്ജയായിട്ട് വന്ന് പിറന്നപ്പോൾ എന്ത് ചെയ്തു, ആ കുബ്ജയെ ഭഗവാൻ ഭാര്യയായിട്ട് സ്വീകരിച്ചു അല്ലെ, അതിസുന്ദരിയായിട്ടുള്ള യുവതിയായിട്ട് മാറ്റി. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, ചമ്മട്ടി പൂണ്ട് കഴിഞ്ഞാണ് മുറുക്കിയുടൻ ഇന്ദ്രാത്മജന് നിജ തേർപൂട്ടി നീ അജിതച്ഛനെ മറഞ്ഞു ഒരു ശരം കൊണ്ട് കൊന്നതും ഇന്ദ്രാത്മജൻ ഏത് നാരായണ എന്നുവ. അതായത് ഇവിടെ സൂര്യപുത്രനെ വധിക്കാനായിട്ട് അല്ല, സൂര്യപുത്രൻ ഇവിടെ കൂട്ടുനിന്നു, എന്നിട്ട് ഇന്ദ്രപുത്രനെ ഒളിഞ്ഞു നിന്ന് കൊന്നു ബാലിയെ. പക്ഷെ ശ്രീകൃഷ്ണാവതാരം വന്നപ്പോൾ നേരെ തിരിച്ചായി അല്ലെ. ഇന്ദ്രപുത്രന്റെ സാരഥിയാകുകയും ചെയ്തു, സൂര്യപുത്രനായ കർണനെ വധിക്കാനായിട്ട് കൂട്ടുന്നു. അപ്പൊ ഇവിടെ തന്നെ നേരെ തിരിഞ്ഞു. പിന്നെ അടുത്ത് നമ്മൾ കണ്ടു, കർമാധവം കുളിർ നിലാവെന്നു തമ്പിയോട് നിജ പത്നിയും പിരിഞ്ഞളവ് തന്നെ പിരിഞ്ഞു മറിയിച്ച മൃഗാക്ഷികളെ വൃന്ദാവനത്തിൽ അത് നാരായണൻ. വൃന്ദാവനത്തിൽ നേരെ വിപരീതമായിരുന്നു അല്ലെ. ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ സീത എവിടെയെന്ന് അന്വേഷിച്ച് നടന്നു. അവിടെ ചെന്നപ്പോൾ കൃഷ്ണനെ അന്വേഷിച്ചു ഗോപികമാരും എല്ലാവരും നടന്നു. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ട് ശ്രീരാമാവതാരം ശ്രീകൃഷ്ണാവതാരമായി. ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. നമുക്ക് ആദ്യത്തെ ഒരു ഇത് മാത്രം വായിക്കാം. നമുക്ക് ഇന്ന് ആദ്യ തുടക്ക ദിവസമായ കാരണം ആ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ആദ്യത്തെ ഇത് വായിച്ചു കഴിയുമ്പോൾ ഞാൻ ഓരോരുത്തരും വിളിക്കാം. തിരക്കുള്ളവർക്ക് പോകാൻ നിൽക്കണമെന്നില്ല.
ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം നമുക്ക് കുറേശ്ശെ ഒരു ചെറിയ ഭാഗം മാത്രം സമയക്കുറവ് ഉള്ളത് കൊണ്ട് അധ്യാത്മരാമായണ കിളിപ്പാട്ട് ബാലകാണ്ഡം ഹരി ശ്രീ ഗണപതി നമാവി നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ ജ്ഞാനംബിക മാതാജി. ഹരേ കൃഷ്ണ. ഇഷ്ടദേവതാസ്തുതി. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ. വാണിയിടുക അനാരതമെന്നുടെ നാവു തന്മേൽ വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണം അങ്ങനെയല്ല മാതാജി, ഒരു മിനിറ്റ്. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജ വാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവരി തോന്നേണം കാലേ കാലേ പാരാദസലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ ബാലൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ കണ്ടു ആദ്യ ഇഷ്ടദേവത ഗുരുക്കന്മാരെല്ലാം വന്ദിച്ചിട്ട് ഇവിടെ പറഞ്ഞു ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങും. ഭഗവാനാണ് പരമദിവ്യതമോഷെന്ന് സംശയമുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു പദ്യം നമുക്ക് ഉപയോഗിക്കാം. കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങും. ശ്രീകൃഷ്ണാവതാരം നടന്നു പോലുമില്ല, അപ്പൊ തന്നെ ആണ് ശ്രീരാമ ഭഗവാന്റെ ആ ഒരു അവതാരത്തിൽ തന്നെ കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങും. എല്ലാ പുരാണങ്ങളുടെയും ഒറിജിൻ എവിടുന്ന ഭഗവാനിൽ നിന്നാണ് അല്ലെ. ആദ്യം അജൻ അല്ലെ, ആദ്യം പുരാണ പുരുഷനാണ് ഭഗവാൻ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് വേറെ ആരെങ്കിലും ഉണ്ടോ രാമായണമുള്ളവര്? സുജന മാതാജി. സുജന മാതാജി ബാക്കി. നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്നിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശന വല്ലവൻ മഹേശ്വരൻ മഹാദേവൻ. കാമനാശനൻ ഉമാവല്ലഭൻ. കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. കാമനാശനനു ഉമാവല്ലഭൻ മഹേശ്വരൻ എന്ന് പറഞ്ഞ പാർവതി ദേവി. ഉമാവല്ലഭൻ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിയിടുവാൻ വന്നിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ നാരുണാംബുജ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ദീന പാംശയം മമ
ചെയ്തോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്നിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമൊന്നല്ലോ ഗുരുനാഥനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ദേവപ്രവരന്മാർ തദ്ദുരശാപാദികൾ ദാദർശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും പദം വേദജ്ഞാതമന്മാർ മഹാത്മ്യങ്ങളാർക്കും ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായ മുമ്പുള്ള ശ്രീരാമായണം ബോധഹിതന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ശോഭന മാതാജി, മാതാജിക്ക് വായിക്കാൻ അറിയാം? ഇല്ല, വായിക്കാൻ പുസ്തകം ഇല്ല, വീട്ടില, അവിടെ നാട്ടിലെയാ. സബിത മാതാജി? ഇല്ല പ്രഭു, എന്റെ കയ്യിലും ഇല്ല. ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ അംബിക മാതാജി ബാക്കി വായിച്ചു. ഞാൻ മടക്കി വെച്ച് എവിടെ പ്രഭു? ഞാൻ വായിക്കാം. അപ്പൊ എടുത്തോ. ചേതസീതളിനുണർന്നാവേണം തുളയ്ക്കണം സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിര്യതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി സുതിവാക്യാത്മാ ദിനപതി ഖേടാനാംപതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണമകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കും നീൻ അഗ്രജന്മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൽക്കുരുന്നിങ്കൽ വാഴ്കരാമന മാചാരിനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. കിട്ടിയോ? ഹരേ കൃഷ്ണ. രാമായണ മഹാത്മ്യം. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടിൽ ഇത് ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക മൗവണ്ണമെൻ നാവിന്മേലെ ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്ന തോർത്തുവേ ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ. ആധ്യാത്മപ്രതീകം ഇതത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ അത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോർ ഈ കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. രാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഃഖാപ്തിമക്തിയെ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ രാത്രീന്ദ്ര വീരൻ ദശരഥതനയനായി രാത്രിചാരികളായി രാവണാദികൾ നമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോ ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി സ്ത്രീവാദം വന്ദിക്കുന്നേൻ. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ സേവാതിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വർണ്ണിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. നമുക്ക് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. കാര്യം സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കിനി എല്ലാ ദിവസവും കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വരെ നമ്മൾ രാമായണം എഴുത്തായിരുന്നു. പക്ഷെ പലർക്കും വരാനൊക്കെ സാധിക്കുന്നു ഇല്ല എന്ന് തോന്നുന്നു. 1-2 പേരൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അതുകൊണ്ട് മുന്നോട്ട് എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വരാൻ പറ്റുവാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം എടുക്കാം.
ഞായറാഴ്ച ദിവസം നിങ്ങൾ വരാൻ പ്രഭു ഏത് ദിവസം പറഞ്ഞാൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം ഞായറോ, എനിക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസം ഞായർ, ചൊവ്വ. അപ്പം ആ. ഒന്നുകിൽ 2 ദിവസം എടുക്കുമോ അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രം എടുക്കുകയോ ചെയ്യും. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നോക്കി പോവാം. നമ്മളെന്നും രാമായണം വായിക്കുന്നുണ്ട്, എന്നും വായിക്കുന്നുണ്ട്. കർക്കിടക മാസം മുഴുവൻ വായിക്കുന്നുണ്ട്. ആരെയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം. ഞാൻ നമുക്ക് ഓ, ഒരാഴ്ചയിൽ ഒരു ഹരേ ദിവസം സമയം വായിച്ചു പോകും. ഓക്കെ. അപ്പൊ ഹരേ കൃഷ്ണ പ്രഭു. അങ്ങനെ നമ്മള് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പൊ പ്രഭുജി. നമ്മള് പറഞ്ഞു മതി. ഇറങ്ങട്ടെ പ്രഭുജി. മതേജ് ഇറങ്ങിക്കൊള്ളു, കുഴപ്പമില്ല, സമയമായി. അപ്പൊ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ ഒരു ചെറിയ പോർഷനെ വായിച്ചുള്ളൂ. കാര്യം ഇത് രണ്ടുകൂടെ കൂടി ക്ലബ് ചെയ്തിട്ടായ കാരണം അങ്ങനെയാണ്. ഇതിന്റെ സമയം അത്രയും പോയി. കാര്യം ജഗന്നാഥ് ഭഗവാന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് എന്നത്തെയും വലിയ ക്ലാസ് ആയിരുന്നു ഇന്ന്. അതെ അതെ അതെ. അപ്പൊ ഇന്ന് നമ്മള് അത്രയും വലിയ പല പോർഷനാണ് എടുത്തത്. പോർഷനാണെങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. അത്രയും പോർഷനാണ് അതെ എടുത്തത്. അതെ അതെ. ഇത്രയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നല്ല, പക്ഷെ പറഞ്ഞു വന്നപ്പോ അത്രയും നീണ്ടുപോയി. അപ്പം അപ്പൊ എല്ലാവർക്കും ജഗന്നാഥ് എല്ലാ ഭഗവാന്റെ സ്ഥലത്തു നിന്നും വിളിച്ചിട്ടുണ്ട് രഥയാത്രയ്ക്ക്. എവിടെ പോകുന്നു അറിയത്തില്ല. എല്ലായിടത്തുനിന്നും ക്ഷണിച്ചിരിക്കുക. അതെ. അപ്പം വാഞ്ചാകൽപരൂപസ്യ കൃപാസന്ധതയശ്ച അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ. വൈഷ്ണവേഭ്യോ നമോ. എല്ലാവർക്കും ശ്രീരാമേന്ദ്ര ഭഗവാന്റെ ഹരേ കൃഷ്ണ. കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. നമ്മള് ജഗന്നാഥനെ ഹരേ എല്ലാവരും കൃഷ്ണ. നെഞ്ചിലേക്ക്, ഹൃദയത്തിലേക്ക് വലിച്ച് കയറ്റി അവിടെ പ്രതിഷ്ഠിക്കുക. പരിപൂർ ഹരേ കൃഷ്ണ. സർവ്വശ്രീ കൃഷ്ണാർപ്പണമസ്തു.